കർത്താവിൻ്റെ വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പേ കർത്താവിനെ തന്നെ നമുക്ക് നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മഹത്വം കർത്താവെ ദർശിക്കണം, അങ്ങേ ഞങ്ങൾക്ക് കാണണം. മോശ പ്രാർത്ഥിച്ചതുപോലെ ലോഡ് ഷോ മി യുവർ ഗ്ലോറി. കർത്താവെ, അവിടുത്തെ മഹത്വം കാണിക്കണമേ. കർത്താവെ, ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്ന, ഒരു പൂജ്യമായിട്ട് താഴ്ത്തുന്ന അവിടുത്തെ രക്തത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അബദിനിയുടെ മറിയത്തെ പോലെ കർത്താവെ അവിടുത്തെ കാൽപാദത്തിലേക്ക് ചേർന്നിരിപ്പാൻ ശമൂൽ ബാലകനെ പോലെ കർത്താവെ അരുളി ചെയ്യണം. അവിടുന്ന് ഞങ്ങൾ കേൾക്കുന്ന അവിടുന്ന് അരുളി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഞങ്ങളും കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് പരിശുദ്ധാത്മാവില് യേശുവിൻ്റെ ശബ്ദത്തെ കാഹളധ്വനി പോലെ കേട്ട യോഹനനെ പോലെ കർത്താവെ അവിടുത്തെ ശബ്ദം വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കേൾപ്പാൻ, മനസ്സാന്തരപ്പെടുവാൻ, അങ്ങിലേക്ക് തിരിയുവാൻ, രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ പൊന്നുനാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീൻ. 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 അപ്പം നമുക്ക് നമ്മളെ വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വരെ എത്തി. നമുക്കറിയാം കർത്താവിന്റെ വരവ്, അതിന്റെ സന്ദർഭമൊക്കെ നമ്മൾ എല്ലാ ആഴ്ചയും പറയാറുണ്ട് അല്ലേ? വെളിപാട് പുസ്തകം 21-ാം അധ്യായം നമ്മൾ എല്ലാ ആഴ്ചയും സന്ദർഭമൊക്കെ ഓടിച്ചോടിച്ച് പറയാറുണ്ട്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ഇത് ക്രിസ്തു വെളിപ്പെടാറായി. ഇത് ക്രിസ്തു വെളിപ്പെട്ട് അവൻ ആദ്യം ഒരു സമാധാനത്തിന്റെ, ഒരു രാഷ്ട്രീയ സമാധാനം എന്ന വണ്ണം എല്ലാ രാജ്യങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകും. അതിനുശേഷം അവൻ യഹൂദന്മാരുമായിട്ടുള്ള സമാധാന ഉടമ്പടിയെല്ലാം ബ്രേക്ക് ചെയ്ത് ലംഘിച്ച് അവൻ തന്നെ ദൈവമായിട്ട് തന്നെ അവരോധിക്കുന്നതും, തുടർന്ന് മഹോപദ്രവം അവൻ യഹൂദന്മാരെ പീഡിപ്പിക്കാനായിട്ട് നോക്കും. അതിനുശേഷം യഹൂദന്മാരെ ദൈവം കൊണ്ടുപോയി പരിപാലിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ടെന്ന്. ബാക്കിയുള്ള ഇസ്രയേലിന്റെ സന്തതികളെ, അതായത് ദൈവജനത്തെ അവൻ പീഡിപ്പിക്കാനായിട്ട് പുറപ്പെടുന്ന രംഗമൊക്കെ നമ്മൾ വെളിപാട് 12-ാം അധ്യായത്തിന്റെ അവസാനം 17-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ മഹോപദ്രവത്തിന് ശേഷം 3.5 വർഷക്കാലം മഹോപദ്രവം, ഗ്രേറ്റ് ട്രിബുലേഷന് ശേഷം കർത്താവിന്റെ വരവ്, മിഡ് നൈറ്റ്, കൂരിരുട്ട്, ഏറ്റവും ഡാർക്കസ്റ്റ് അവറിലാണ് മോർണിംഗ് സ്റ്റാർ ഉദിക്കുന്നത്. ഉദയനക്ഷത്രമായിട്ട് കർത്താവ് ഏറ്റവും ഡാർക്കസ്റ്റ് അവർ എന്ന് പറയുമ്പോൾ അത് ലിറ്ററൽ ആയിട്ടുള്ള രാത്രിയല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ രാത്രിയാണെങ്കിൽ അമേരിക്കക്കാർക്ക് പകലായിരിക്കും. അതുകൊണ്ട് അക്ഷരികമായിട്ട് രാത്രിയിൽ കർത്താവ് വരും എന്നുള്ളതല്ല. എന്നുവെച്ചാൽ ഭൂമിയുടെ പല ഭാഗത്തും പല സമയമായിരിക്കില്ല. എന്ന് ആത്മീയമായിട്ട് പറഞ്ഞാൽ അതൊരു ഡാർക്കസ്റ്റ് അവർ, അതുപോലെ ഏറ്റവും പ്രയാസമുള്ള ഒരു സമയത്താണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന കാര്യം. അത് എല്ലാവർക്കും വെളിവായിട്ട് കർത്താവിനെ ചിലര് നമ്മളുടെ അല്ല, വേദപണ്ഡിതന്മാരെന്ന് പറയുന്ന ആൾക്കാർ, തിയോളജിയൻസ് ഒക്കെ രഹസ്യപരവും പരസ്യപരവും ഒക്കെ കർത്താവിനെ 2 പ്രാവശ്യം വരുത്തിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ വചനത്തിൽ കർത്താവ് രണ്ടാമത് ഒരു തവണയേ വരത്തുള്ളൂ. കർത്താവ് വരുമ്പോൾ അത് പരസ്യമായിട്ടാണ് വരുന്നത്. കർത്താവ് രഹസ്യത്തിൽ വന്ന് കാന്തയെ ചേർത്തുകൊണ്ട് പോകുന്നൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ പ്രീ ട്രിബുലേഷൻ തിയറി, മഹോപദ്രവത്തിന് മുമ്പേ സഭ എടുക്കപ്പെടും എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അവർ ഒത്തിരി പാടുപെട്ട് വചനത്തെ കൂട്ടിക്കളഞ്ഞൊക്കെ പഠിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളാണ് എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ലൂക്കോസ് 17-ാം അധ്യായം, ലൂക്ക് 17 യേശു കർത്താവ് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 24-ാമത്തെ വാക്യം നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വചനത്തിൻ്റെ റെഫറൻസ് എടുക്കുകയും അത് എഴുതിയെടുക്കുകയും എല്ലാം കുഞ്ഞുങ്ങൾക്ക് വരെ, ഇവിടെ എൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ലൂക്കോസ് 17-ന്റെ 24-ാമത്തെ വാക്യം, മിന്നൽ, അതായത് ഇടിമിന്നൽ, ആകാശത്തിലെ ഇടിമിന്നൽ, അതാ ലൈറ്റനിങ്, അതാ നമ്മൾ വായിക്കുന്നത്. മിന്നൽ ആകാശത്തിന് കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി. ദിക്കോട് ദിക്ക്, അതാ ഔട്ട് ഓഫ് വൺ പാർട്ട് ഓഫ് ദ സ്കൈ ടു ദ അതർ പാർട്ട് ഓഫ് ദ സ്കൈ. ദിക്കോട് ദിക്ക്, ഒരിടത്തുനിന്ന് മറ്റേ അറ്റം വരെ. ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിലാകും. അപ്പം കർത്താവ് വരുമ്പോൾ രഹസ്യത്തിൽ വരുമെന്നല്ല, മറിച്ച് എല്ലാം ആകാശത്തിൽ ഇടിമിന്നൽ ഏതാണ്ട് രഹസ്യമായിട്ടാണോ? ഇടിമിന്നൽ നോക്കുവാണെങ്കിൽ നോക്കാൻ നിൽക്കണ്ട, ഇടിമിന്നൽ ഏറ്റവും പിന്നെ പ്രശ്നമാകും. അതുകൊണ്ട് പക്ഷെ ഇടിമിന്നൽ അത് എല്ലാവർക്കും കാണുകയാണ്. ഇടിമിന്നൽ എന്ന് പറയുന്നത് തന്നെ കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ പരസ്യവരവായിരിക്കും. അല്ലാതെ രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ കർത്താവിനെ 2-3 പ്രാവശ്യം വരുത്തിപ്പിക്കാനൊന്നും നമുക്ക് കഴിയത്തില്ല. ആകാശവും ഭൂമിയും മാറാത്ത, മാറ്റമില്ലാത്ത ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനമെന്ന് എവിടെ പറയുന്നത്? ഇതെവിടെ പറയുന്നത്? ലൂക്കോസിലല്ല, മത്തായിയുടെ സുവിശേഷത്തിലാണ് അത് പറയുന്നത്. മത്തായി 24-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിലാണ് എന്ത് വായിക്കുന്നത്? മത്തായി 24-35 എന്താ വായിക്കുന്നത്? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. നമ്മളത് വായിച്ചു. എവിടെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്ന കാര്യമൊക്കെ നമ്മൾ എവിടെ വായിച്ച്? വെളിപാട് 20-ാം അധ്യായത്തിന് അവസാനം 21-ാം അധ്യായത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് വായിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ആകാശവും ഭൂമി, ഇപ്പോൾ ഉള്ള ആകാശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രപഞ്ചം,
വിസിബിൾ യൂണിവേഴ്സ്, ആകാശവും ഭൂമിയും, ഇപ്പോൾ ഭൂമിയൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോകും, എങ്കിലും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകില്ല. ഹെവൻ ആൻഡ് എർത്ത് വിൽ പാസ് അവേ ബട്ട് മൈ വേർഡ്സ് വിൽ നോട്ട് പാസ് അവേ. കർത്താവിൻ്റെ വചനത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. മരുന്നിനൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എക്സ്പയറി ഡേറ്റ് ആയെന്ന് പറയും. ഡോക്ടറെ ഇത് എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്ന് എന്ന് പറയും. ചില എന്നാൽ കർത്താവിൻ്റെ വചനത്തിന് എഡിഷൻ മാറത്തില്ല, എക്സ്പയറി ഡേറ്റും ഇല്ലാത്ത, കർത്താവിന് മാറ്റമില്ലാത്ത വചനങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, പരസ്യമായിട്ടുള്ള വരവ്, കർത്താവ് അപ്പോൾ അർമഗദോൻ യുദ്ധം, അവിടെ രക്തപ്പുഴ ഒഴുകുന്ന കാര്യവും എതിർ ക്രിസ്തുവിനെയും സൈന്യങ്ങളെയൊക്കെ കർത്താവ് തൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാകുന്ന വാളുകൊണ്ട് കർത്താവ് കീഴ്പ്പെടുത്തുന്ന കാര്യമൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അപ്പം അതിനുശേഷം കർത്താവ് തൻ്റെ ദാസന്മാർക്ക്, കർത്താവിൻ്റെ മക്കൾക്ക് കർത്താവ് റിവാർഡ് കൊടുക്കും, പ്രതിഫലം കൊടുക്കും. വിശ്വസ്തത, നമ്മുടെ വിശ്വസ്തത അനുസരിച്ച് കർത്താവ് നമുക്ക് പ്രതിഫലം തരും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ പിന്നീടുള്ള കർത്താവിന് 1000 വർഷക്കാലം ഭരണം കർത്താവിനോട് ചേർന്ന് എത്രമാത്രം ചേർന്ന് വാഴും, എത്രമാത്രം ഉത്തരവാദിത്തത്തോടെ നമ്മളന്ന് വാഴും എന്നുള്ളതെല്ലാം നമ്മളുടെ ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പം എത്ര നാളാണോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തോടെ, കർത്താവ് നമുക്ക് തന്ന വെളിച്ചത്തോടെ നമ്മൾ എത്രമാത്രം വിശ്വസ്തരായിരിക്കുന്നു, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, അതിന് ആനുപാതികമായിട്ടായിരിക്കും കർത്താവിൻ്റെ പ്രതിഫലം അന്ന് നമുക്ക് തരാൻ പോകുന്നത്. നമ്മളുടെ മിനിസ്ട്രിയുടെ വലിപ്പമോ അല്ലെങ്കിൽ നമ്മളുടെ പേരും പ്രശസ്തിയുടെ വലിപ്പമോ, മിനിസ്ട്രി ശുശ്രൂഷയുടെ വലിപ്പം, വലിയ പേരും പ്രശസ്തിയും, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ വചന പരിജ്ഞാനത്തിൻ്റെ അനുപാതത്തിലോ, നമ്മുടെ വർഷങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ അനുപാതത്തിലോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറയും, നമ്മുടെ ചർച്ചിലുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല, മറിച്ച് എല്ലാം കാണുന്ന കർത്താവ് നമ്മളുടെ രഹസ്യ ജീവിതവും നമ്മൾ അവിടെ ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളത് വായിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 4:5 വാക്യത്തിൽ, ഒന്ന് രഹസ്യത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ. പിന്നെ നമ്മളുടെ ഹൃദയ രഹസ്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പ്രൈവറ്റ് ലൈഫുണ്ട്, പബ്ലിക് ലൈഫുണ്ട്. പ്രൈവറ്റ് ലൈഫ് സ്വകാര്യ ജീവിതം, വേറെ ആരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. പിന്നെ പബ്ലിക് ലൈഫിൽ പുറമേ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം സ്വകാര്യ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, പരസ്യ ജീവിതത്തിൽ എന്തുകൊണ്ട് ചെയ്യുന്നു, അതാണ് ടു ക്വസ്റ്റ്യൻസ് ഇൻ ദ ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. അന്ന് കർത്താവിന്റെ ന്യായത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് വെളിപ്പെട്ട് വരുന്നത്, നമ്മളുടെ രഹസ്യത്തിലുള്ളത്. നമുക്ക് ആ വാക്യം എല്ലാവർക്കും പരിചയമുണ്ടല്ലോ, 1 കൊരിന്ത്യർ 4:5 വാക്യത്തിൽ, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. നമ്മളായിട്ട് വിധിക്കാൻ നിൽക്കേണ്ട. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കർത്താവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ തോക്കി കയറി വെടിവെക്കേണ്ട കർത്താവ്, അല്ലെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പേ കാലം കിട്ടണ്ടെന്നൊക്കെ പറയും. കർത്താവിൻ്റെ സമയത്ത് കർത്താവ് വിധിച്ചോളൂ, നമുക്കിന്ന് വിവേചിച്ചാൽ മതി, നീതിയോടെ വിധിച്ചാൽ മതി എന്ന്. മറ്റുള്ളവരെ വിധിച്ചു തള്ളാനൊന്നും നമ്മൾ ആരുമല്ല. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളുടെ രഹസ്യ ജീവിതത്തെ കുറിക്കുന്ന പ്രൈവറ്റ് ലൈഫ്, നമ്മളെ വേറെ ആർക്കും അറിഞ്ഞൂടെ എന്നാൽ നമ്മളുടെ ജീവിതം. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ഹൃദയങ്ങളുടെ ആലോചനകൾ അന്ന് വെളിപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മളുടെ പബ്ലിക് ലൈഫിൽ, പരസ്യ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ പാട്ട് പാടുന്നു, വചനം ശുശ്രൂഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ സുവിശേഷം പറയുന്നു, അല്ലെങ്കിൽ വേറെ നമ്മുടെ ജോലി ചെയ്യുന്നു. ബാക്കി എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, ആർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്, നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്, അതോ കർത്താവിനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പം അതാണ് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ, മോട്ടീവ്സ് ഓഫ് മെൻസ് ഹാർട്ട്, ആലോചനകളെ എന്നുള്ള ആ വാക്ക് ഇംഗ്ലീഷിൽ മോട്ടീവ്സ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഗ്രീക്കിൽ ബൂളി എന്ന് പറയുന്നൊരു വാക്കാണ്. കൗൺസിൽ, പേർപ്പസ്, ഉദ്ദേശ്യം, മോട്ടീവ്, എന്തുകൊണ്ട് നമ്മളത് ചെയ്തു, ഹൃദയത്തിൻ്റെ ചിന്തകൾ മാത്രമല്ല, മോട്ടീവ്, പേർപ്പസ് എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട് ആ ബൂളി എന്നുള്ള വാക്കിന്. അപ്പം ഹൃദയങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ എന്ന് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഹൃദയങ്ങളുടെ ഉദ്ദേശ്യങ്ങളെയും വെളിപ്പെടുത്താം. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കും. അതിനുശേഷമാണ് 1000 വർഷക്കാലം ഭരണം. 1000 വർഷക്കാലം ഭരണത്തിന് ശേഷം സാത്താനെ തുറന്നു വിടുമ്പോൾ, സാത്താൻ അതുവരെ അഗാധത്തിൽ അടച്ചിട്ടേക്ക് വരികയും സാത്താനെ തുറന്നു വിടുമ്പോൾ പിന്നെ അവിശ്വാസികളെ വീണ്ടും സാത്താൻ്റെ കൂടെ ചേരാനായിട്ട് ഒത്തിരി പേര് കാണും.
അവരെ എല്ലാം ദൈവം ന്യായം വിധിക്കുന്ന കാര്യവും പിന്നെ സാത്താനെയും കൂടെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന കാര്യമൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ആ വാക്യം ഏതാ? വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ സാത്താനെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന കാര്യം, അവന്റെ കൂടെ 2 കൂട്ടുകാരന്മാർ അവന് നേരത്തെ കിട്ടിയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ആരൊക്കെയാ? അപ്പുറം ഇപ്പുറമുള്ള കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവും. ആ ഒരു കാര്യം. ഇപ്പൊ അങ്ങനെ അതിനുശേഷം അവിശ്വാസികളുടെ ന്യായവിധി, അതിനുശേഷം ഈ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം, വിസിബിൾ യൂണിവേഴ്സ് എല്ലാം വെന്തിരിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങളെല്ലാം വെന്തിരിഞ്ഞു പോകും എന്നൊക്കെ 2 പത്രോസ് 3-ന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം വെളിപാട് 21-ാം അധ്യായത്തിന് ആദ്യം നമ്മൾ കാണുന്നുണ്ട്. പുതിയ ആകാശം പുതിയ ഭൂമിയായിട്ട് മാറുന്നു. പിന്നെ കുഞ്ഞാടിന്റെ കല്യാണത്തിന് കാന്ത ഒരുങ്ങിയിരിക്കുന്ന ആ ഒരു കാന്തയെ നമ്മളവിടെ കാണുന്നുണ്ട്. കുഞ്ഞാടിന്റെ കാന്തയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊക്കെയാണ് നമ്മളിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കാന്ത ഒരു മണവാട്ടിയായിട്ട്, കാന്തയായിട്ട് ഉപമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നഗരത്തോട് ഉപമിച്ചിട്ടുണ്ട്, ഒരു സിറ്റി, പുത്തൻ യെരൂശലേം എന്ന സിറ്റിയോട് ഉപമിച്ചിട്ടുണ്ട്. ആ സിറ്റിയുടെ കാര്യമാണ് പിന്നീടുള്ള വർണ്ണനകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ. സിറ്റിക്ക് എന്തുണ്ട്? വാൾസ് ഉണ്ട്, മതിലുകളുണ്ട്. എന്നുവെച്ചാൽ ലോകത്തിൽ നിന്ന് വേർപെട്ടതാണ് ഈ നഗരം. അപ്പൊ ആ സിറ്റി നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഒരു ലോക വ്യവസ്ഥ, നമ്മൾ ഇന്നലെ ഞങ്ങൾ സെയിം ഓഫ് മീറ്റിങ്ങിലും ആ കാര്യങ്ങൾ പറയാം. ഒരു ലോക വ്യവസ്ഥയുണ്ട്. കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപം, മണി, ഓണ, പ്ലഷേഴ്സ്, നമ്മളിപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു ലോകത്തിന്റെ ഒരു പോക്കുണ്ട്. എന്നാൽ അവിടെ നിന്നൊരു വേർതിരിക്കുന്ന ഒരു മതിലുണ്ട്. ആ മതിലിന് അതിനെ 72 യാർഡ്സ് എന്നൊക്കെയാ അതിന്റെ 17-ാമത്തെ വാക്യം. അതിന്റെ മതിൽ അളന്നു, മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ. ഹ്യൂമൻ മെഷർമെന്റ്സ് വിച്ച് ആർ ഓൾസോ ഏഞ്ചലിക് മെഷർമെന്റ്സ്. ദൂതൻ അളന്നു എന്ന് പറയുമ്പം അത് മനുഷ്യന്റെ അളവിൽ തന്നെ പറയുക. എത്ര? 144 മുഴം, അല്ലെങ്കിൽ 72 യാർഡ്സ്, അല്ലെങ്കിൽ 65.8 എന്ന് പറഞ്ഞാൽ ഏകദേശം 66 മീറ്റർ, 216 അടി, 216 അടി അല്ലെങ്കിൽ 65 മീറ്റർ വിഡ്ത്തുള്ള ഒരു മതിൽ എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയൊരു മതിലാണ്, അത്രമാത്രം തിക്കായിട്ടൊരു മതിലാണ്. വെച്ചാൽ ലോകത്തോടുള്ള ഒരു ഒത്തുതീർപ്പില്ലാത്ത, നമ്മള് ദൈവേഷ്ടം തിരിച്ചറിയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഡു നോട്ട് ബി കൺഫോം ടു ദ വേൾഡ്, ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ എന്ന് പറയുന്നുണ്ട് അല്ലേ? എവിടെ? റോമർ 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. ഡു നോട്ട് ബി കൺഫോം ടു ദ വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ് and be renewed in your mind by the renewing of your mind എന്നാണ് കുറച്ചുകൂടെ എക്സാക്ട് ട്രാൻസ്ലേഷൻ. be transformed and be renewed in your mind to prove the perfect, acceptable and good and perfect and acceptable will of the Lord. നമുക്ക് ആ വാക്യം പരിചയമുണ്ടോ? റോമർ 12-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട്, നമ്മളിപ്പം വട്ടപൂജ്യമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കണം എന്നൊക്കെ പറയുന്നത് എവിടെ? വട്ടപൂജ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യാഗത്തിന് പിന്നെ ഒന്നുമില്ല, യാഗത്തിന് സ്വന്തമായിട്ടുള്ളൊരു ഇഷ്ടമില്ല, സ്വന്തം ഇഷ്ടത്തെ അങ്ങ് യാഗം കഴിക്കുക. അപ്പൊ അതാ പൂജ്യം, അത് പൂജ്യമായിട്ട് സമർപ്പിക്കുന്നത്. റോമർ 12-ന്റെ 1 പറയുന്നേ. അങ്ങനെ നമ്മൾ ആരാധിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞ് നമ്മളുടെ ജീവിതം വെളിപ്പെടുന്നത്. റോമർ 12-ന്റെ 1 ഒരു ഫൗണ്ടേഷൻ മാതിരി, ഒരു അടിസ്ഥാനം മാതിരിയാണെങ്കിൽ അതിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ പുറമേയുള്ള ജീവിതം വെളിപ്പെടുന്ന കാര്യം. അതെങ്ങനെ? ഈ ലോകത്തിന് അനുരൂപമാകാതെ നമ്മളുടെ ചിന്താരീതികൾ, നമ്മളുടെ സംസാര ശൈലി, നമ്മളുടെ വാക്കുകൾ, പ്രയോഗങ്ങൾ, നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി. ഇപ്പം ഡൽഹിയിൽ സ്ഫോടനം, തീവ്രവാദി ആക്രമണം, അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, ഓരോ കാര്യത്തിലും ആ ഒരു കർത്താവ് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ആയിരിക്കും നോക്കിക്കാണുന്നത്? കർത്താവ് എനിക്ക് അങ്ങനെ നോക്കിക്കാണണം. അല്ലെങ്കിൽ ലോകത്ത് ഓരോ ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്നു, ചില കാര്യങ്ങൾ, ചില ആൾക്കാർ ചില രീതിയിൽ നമ്മളോട് സംസാരിക്കുക, ഇടപെടുകയൊക്കെ ചെയ്യുന്നു. അപ്പം അവിടെ എന്താ, ലോകക്കാര് കാണുന്ന പോലുള്ളൊരു കാഴ്ചപ്പാടല്ല, മറിച്ച് കർത്താവായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ കർത്താവ് എങ്ങനെയായിരിക്കും കാണുന്നേ? അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ നമ്മളുടെ ജീവിതത്തിനൊരു മതില്, ഈ ലോകക്കാര് ചിന്തിക്കുന്ന പോലെയല്ല നമ്മളുടെ ചിന്ത. അതാ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ ക്രിസ്തുവിന് അനുരൂപമാകണം. ക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ ആദ്യജാതന്റെ സ്വരൂപത്തോടെ അനുരൂപമാകണമെന്ന് നമ്മളെപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്. ഇവിടെ റോമർ 8-ന്റെ 29-ാമത്തെ വാക്യത്തിൽ, ടു ബി കൺഫോം ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടേണ്ടതിനെന്നൊക്കെ പറഞ്ഞ, അതാണ് നമ്മളെ അതിനായിട്ട് മുൻ നിർണയിച്ചിരിക്കുന്നത്. നമ്മളുടെ ലക്ഷ്യം അതാണെന്നൊക്കെയുള്ള കാര്യം, പ്രീ ഡിസ്റ്റൈൻഡ് ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ലക്ഷ്യം അതാണെന്നൊക്കെ ഉള്ള ഒരു കാര്യമൊക്കെ നമ്മളിപ്പോഴും പറയാറുണ്ട്. കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ പറയുന്ന ലോകത്തോട് അനുരൂപപ്പെടാതെ
ക്രിസ്തുവിനോട് അനുരൂപപ്പെടണം എന്നുള്ള കാര്യം, ക്രിസ്തുവിനോട് അനുരൂപപ്പെടണം എന്നുള്ള കാര്യം അവിടെ ക്രിസ്തുവോട് അനുരൂപപ്പെടുമ്പോൾ സംഭവിക്കുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള മൂന്ന് ആഡ്ജക്റ്റീവ്സ്: ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ്. നന്മയുള്ള ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണതയുള്ളതാണ്, പ്രസാദമുള്ളതാണ്, ദൈവത്തിന് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ്, പൂർണ്ണതയുള്ള നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് പ്രൂവ് ചെയ്യേണ്ടതിന്, തെളിയിക്കേണ്ടതിനൊക്കെയുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട് മനസ്സ് പുതുക്കുവിൻ. ബി ട്രാൻസ്ലേഷൻ ബി ചേഞ്ച്ഡ് ആൻഡ് മെയ്ഡ് ന്യൂ ഇൻ ദ മൈൻഡ് എന്നാണ് പറയുന്നത്. രൂപാന്തരപ്പെട്ട് മനസ്സ് പുതുക്കി എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിൽ രൂപാന്തരം വരുമ്പോഴാണ് മനസ്സിലൊരു പുതുക്കം വരുന്നത്. എൻ്റെ ഗ്രീക്കിൽ അങ്ങനെ നമ്മളത് വായിക്കുന്നത്. അവിടെ ബി ട്രാൻസ്ഫോംഡ് ബൈ എന്നുള്ള ആ വാക്ക്, അതിന് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹോ എന്നുള്ളൊരു പദമാണ്. ഹോ എന്നുള്ള പദത്തിന് ബൈ എന്നുള്ളൊരു ട്രാൻസ്ലേഷൻ അത് അത്ര ആക്യുറേറ്റ് അല്ല. ദിസ്, ദാറ്റ്, ദീസ് എന്നൊക്കെയുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാ നമ്മൾ മനസ്സങ്ങ് പുതുക്കുമ്പോൾ അങ്ങ് നമ്മളായിട്ടൊന്ന് മനസ്സ് പുതുക്കി പിന്നെന്തോ അങ്ങ് രൂപാന്തരം പ്രാപിക്കുന്നതിനെ കുറിച്ചല്ല. ബി ട്രാൻസ്ഫോംഡ് ആൻഡ് ബി റിന്യൂഡ് ഇൻ യുവർ മൈൻഡ്. പരിശുദ്ധാത്മാവ് നമ്മളിതിന് ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറഞ്ഞ്, പരിശുദ്ധാത്മ നമ്മളെ അകത്ത മനുഷ്യനെ രൂപാന്തരപ്പെടുന്ന കർത്താവിൻ്റെ സ്വരൂപത്തിലേക്ക്, ആ ജീവൻ നിറഞ്ഞു കവിഞ്ഞ്, ആത്മാവിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ മനസ്സിലേക്കും, നമ്മുടെ ദേഹിയിലോട്ടും മനസ്സിലോട്ടും ചിന്തകളിലോട്ടും വികാരങ്ങളിലോട്ടും ഒക്കെ അത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോൾ നമ്മുടെ മനസ്സും ഒരു രൂപാന്തരം വരും. കർത്താവ് ചിന്തിക്കുന്ന പോലെ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതാ ബി ട്രാൻസ്ഫോംഡ് ആൻഡ് ബി റിന്യൂഡ് ഇൻ യുവർ മൈൻഡ് ആൻഡ് മെയ്ഡ് ന്യൂ ഇൻ മൈൻഡ് സോ ദാറ്റ് യു മേ. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു വരുന്നത്? മതിലിൻ്റെ കാര്യം പറഞ്ഞു. മതിൽ ഉണ്ടെങ്കിലേ, ലോകത്തോട് അനുരൂപപ്പെടാതിരുന്നാലേ, ലോകത്തോടൊരു ഒത്തവേഷം കിട്ടാതെ ലോകക്കാർ അവർ എൻ്റെ കൂട്ടുകാരെല്ലാം അങ്ങനെ ചെയ്യുന്നു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ പറയുന്നു, അപ്പം എനിക്കും അങ്ങനെ ചെയ്യാവോ? കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കർത്താവിനോടുള്ള കൂട്ടായ്മ, എൻ്റെ സ്ഥാനത്ത് കർത്താവായിരുന്നെങ്കിൽ കർത്താവ് അങ്ങനെ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ കർത്താവ് എങ്ങനെ ആയിരിക്കും ഈ കാര്യങ്ങളെ കാണുകയും സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നത്? അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന് നമുക്ക് തന്നെ നമ്മുടെ മനസ്സാക്ഷിയിൽ ദൈവാത്മാവ് കുത്തും. അയ്യോ, അത് ഞാൻ സംസാരിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ആ നോട്ടം, അല്ലെങ്കിൽ എൻ്റെ ആ ഭാവം, എൻ്റെ ആ ചിന്തകൾ, കർത്താവേ അത് അവിടത്തേക്ക് അനുരൂപമല്ലായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൊരു മതിലുണ്ടാവുന്നത്. അതുപോലെ നമ്മുടെ കുടുംബത്തിലും ഒരു മതിൽ വേണം. ലോകത്തിൽ നിന്നുള്ളൊരു മതിൽ, ലോകത്തിലുള്ള ചപ്പും ചവറും സിനിമ ചാനലുകളും സീരിയൽ ചാനലുകളും ഒക്കെ അതായത് ഓരോരുത്തരെയും ടി വിയും സീരിയലും ഒക്കെ വെക്കുമ്പോൾ എന്തോ അവര് ലോകത്തെ വിളിച്ചങ്ങ് മാടി വിളിക്കുക. അയ്യോ ലോകമേ വന്നോളൂ, നിങ്ങൾ എൻ്റെ ജീവിതത്തിന് സിംഹാസനത്തിൽ കയറി ഇരുന്നോളൂ, ഞാൻ നിങ്ങളെ വന്ദിച്ചു കൊള്ളാം, വണങ്ങിക്കൊള്ളാം, നിങ്ങളാണ് എൻ്റെ ദൈവം എന്ന് പറയുകയാണ് നമ്മൾ ഈ സിനിമയും സീരിയലും അതുപോലൊക്കെയുള്ള ഓരോ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് ദിവസാഴ്ച ഞങ്ങളിവിടെ പുതിയ വീട്ടിലോട്ട് വന്നപ്പം ഇവിടെ ഒരു ടി വി യൂണിറ്റ് നമ്മൾ വെച്ചത് 3 പർപ്പസിന് വേണ്ടിയാണ്. ഒന്ന്, നമുക്ക് ദൈവവചനം കേൾക്കാനും ദൈവത്തിൻ്റെ ക്രിസ്ത്യൻ സോങ്സ് പ്ലേ ചെയ്യാനും, പിന്നെ നമ്മുടെ മീറ്റിങ്സ് എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് സോങ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ഉള്ളൊരു ലാർജ് യൂണിറ്റ് ആയിരിക്കാൻ വേണ്ടി. പിന്നെന്താ, പിന്നെ CCTVയുടെ കണക്ഷനും കൂടെ അതിന് വേണ്ട സമയത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കൂടെ ചെയ്തിട്ടു. അപ്പം ആ ഒരു കാര്യത്തിനല്ല. അപ്പം ചിലർ പറഞ്ഞു ഈ ചാനൽ എടുത്താൽ വേറെ സീരിയൽ കാണുന്ന കാര്യമൊന്നും കാണണ്ട, വാർത്തകൾ മാത്രം കേട്ടാൽ മതി. പറഞ്ഞു അയ്യോ വാർത്തയെന്നും പറഞ്ഞ് തുടങ്ങും. പക്ഷേ എപ്പോഴും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അതിനകത്ത് വേറെ പരസ്യങ്ങളും ബാക്കി ഓരോ കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ അത് വേണ്ട. നമുക്ക് വാർത്തയൊക്കെ, നമുക്ക് പത്രമുണ്ട്, നമുക്ക് എന്താ പറയുന്നത് ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വാർത്തയെന്നും പറഞ്ഞ് വാർത്തയിലൂടെ സാധാരണയും കൂടെ വിളിച്ചു വരുത്താൻ ആൾക്കാർക്ക് താല്പര്യമില്ല, അത് കേട്ടുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇത് ഇന്നത്തെ വാർത്താ ചാനലുകളുടെ അവരുടെ ഒരു പ്രയോറിറ്റീസും കാര്യങ്ങളും അതിൻ്റെതായ തർക്കങ്ങളും വാദങ്ങളും ഡിബേറ്റുകളും സന്ധ്യാ ചർച്ചകളും ഇതാണ്ടൊക്കെ പറഞ്ഞ് അവരെല്ലാം കൂടെ 4-5 പേര് എക്സ്പേർട്സിനെയൊക്കെ വിളിച്ചിരുത്തി എന്തെങ്കിലുമൊക്കെ ഓരോ ടോപ്പിക് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇരുന്നിട്ട് അതൊക്കെ കേട്ട്
ലോകത്തിനോട് അനുരൂപപ്പെടാതെ എന്താ ചെയ്യണ്ടേ? നമ്മൾ വലിയൊരു മതിൽ പണിയുക നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേർന്ന് വരുമ്പോഴേ സഭയിലും ഒരു മതിൽ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഇനോ നമ്മൾ എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ നമ്മുടെ ജീവിതം ലോകക്കാരെ പോലെ തന്നെ ആ കാര്യങ്ങൾക്കാണ്, ലോകത്തിന്റെ കാര്യങ്ങൾക്കാണ് നമ്മുടെ താല്പര്യവും നമ്മുടെ പ്രയോറിറ്റിയും കാര്യങ്ങളെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വല്ലാത്ത പരിതാപകരമായ കാര്യമാണ്. ഞങ്ങളെ പുതിയ വീട് വെക്കാൻ തന്നെയുള്ളൊരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ വിഗ്രഹങ്ങളൊന്നും ഇല്ലാത്തൊരു വീട് എന്നുള്ളൊരു ആഗ്രഹം. രണ്ടാമത് ഈ ഒരു ടി വി ആകുന്ന വിഗ്രഹം. ഒന്ന് ഹിന്ദു വിഗ്രഹങ്ങളൊക്കെ അത് നമ്മൾ അതൊന്നും ഇല്ലാത്തൊരു വീട് വേണം. അത് മാത്രമല്ല, ടി വി ആകുന്നൊരു വിഗ്രഹം ഇല്ലാത്ത വീട് എന്നുവെച്ചാൽ, ആ ടി വി ആകുന്ന വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ സീരിയലും ബാക്കിയുള്ള സിനിമയും ബാക്കിയുള്ള സിനിമാ പാട്ടുകളോ അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം ആ വിഗ്രഹങ്ങളൊന്നും ഇല്ലാതെ കർത്താവ് മാത്രം രാജാവായിരിക്കുന്ന ഒരു വീട്. അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും വീട്. അതിലെന്തെങ്കിലും ഒരു വീഴ്ച എപ്പോഴെങ്കിലും സംഭവിച്ചു പോയാൽ പോലും അപ്പം തന്നെ മനസാന്തരപ്പെട്ട് അത് മതിലിന് എന്തെങ്കിലും ഒരു വിള്ളൽ വന്നാൽ എന്ത് ചെയ്യും? ആ മതില് പെട്ടെന്ന് തന്നെ അത് നമ്മളുടെ വീടിന്റെ മതിലിന് എന്തെങ്കിലും ഒരു വിള്ളൽ വന്നു, എന്തെങ്കിലും ഒരു വണ്ടി വന്ന് തട്ടി മതിൽ കുറച്ചൊന്ന് അവിടെ സിമെന്റ് തേച്ചൊന്ന് ഇളകിപ്പോയി, അല്ലെങ്കിൽ ഈവൻ പെയിന്റ് ഒന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു വിള്ളൽ വന്നു, എന്ത് ചെയ്യും? നമ്മൾ ആ ബ്രീച്ചൊക്കെ റിപ്പയർ ചെയ്യും. നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം, യെശയ്യാവ് 58 അധ്യായം, കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മൾ യെശയ്യാവ് 58 ആ ഒരു പൂന്തോട്ടം, നിങ്ങൾ നനവുള്ള ഒരു പൂന്തോട്ടമാണെന്ന് പറയുന്ന ആ ഒരു വചനഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ഐസയ ചാപ്റ്റർ 58, യെശയ്യാവ് 58 അധ്യായത്തിന്റെ അതിന്റെ അവിടെ റിപ്പയറർ ഓഫ് ദ ബ്രീച്ചസ് എന്നാണ് അതിന്റെ തൊട്ടടുത്ത വാക്യം തന്നെ നമ്മൾ വായിക്കുന്നത്. അതിന്റെ 12-ാമത്തെ വാക്യം. 11-ാമത്തെ വാക്യത്തിൽ ആ നനവുള്ള തോട്ടമായിരിക്കും എന്ന് പറയുന്നത്. നമ്മളെ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട്, കർത്താവ് ഒരിക്കൽ സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് നനവുള്ളൊരു തോട്ടമായിരിക്കും. നമ്മൾ മറ്റുള്ളവരെ നനയ്ക്കുമ്പോൾ കർത്താവ് നമ്മളെ നനയ്ക്കും എന്ന് സദൃശവാക്യം 11:25 പറയുന്നത് നമുക്കറിയാം അല്ലേ? ഹി ഹു വാട്ടേഴ്സ് അതേഴ്സ് വിൽ ഹിംസെൽഫ് ബി വാട്ടേർഡ്. കർത്താവ് മറ്റുള്ളവരെ നമ്മൾ നനയ്ക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വചനമാകുന്ന വെള്ളം കൊടുക്കുമ്പോഴും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സൽപ്രവൃത്തികൾ, നമുക്ക് മുന്നിരിക്കുന്ന സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ നനയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ നനയ്ക്കും. യു വിൽ ബി എ വാട്ടേർഡ് ഗാർഡൻ, 11-ാമത്തെ വാക്യം. അതിന് തൊട്ട് മുമ്പ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം, കഷ്ടത്തിലിരിക്കുന്നതിനെ തൃപ്തി വരുത്തുന്ന കാര്യമൊക്കെയാണ്. ഇതെല്ലാം ജ്ഞാനത്തോടെ നമ്മൾ ചെയ്യണം. കഷ്ടത്തിലാന്ന് പറഞ്ഞ് ഒത്തിരി പേര് വരും, പക്ഷെ അവർ കഷ്ടത്തിലൊന്നും ആയിരിക്കത്തില്ല. അവര് വഞ്ചിക്കാൻ വേണ്ടി വരുന്നവരായിരിക്കും ഇന്ന് ഭൂരിപക്ഷവും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേര് അനാഥാലയമൊന്നോ അല്ലെങ്കിൽ വേറെ ഭിക്ഷയെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി തട്ടിപ്പും വെട്ടിപ്പുമായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവിടെയൊക്കെ നമ്മൾ വിശക്കുന്നവർക്ക് കൊടുക്കണം, അതുകൊണ്ട് നമ്മൾ എല്ലാം കൂടെ എടുത്ത് കൊടുക്കുമൊന്നുമല്ല. വളരെ ജ്ഞാനത്തോടെ അവർക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാം. അപ്പം പലർക്കും പക്ഷെ ഭക്ഷണം വേണ്ട, അവർക്ക് പൈസ മതി. അപ്പം പലതരത്തിലുള്ള ഈ ഭിക്ഷയുടെ പേരിൽ തന്നെ ഉള്ള ഓരോ മാഫിയകളും കൊട്ടേഷൻ സംഘങ്ങളും ഒക്കെ ഈ അടുത്തെന്തോ കൊച്ചിയിലെന്തോ പിടിച്ചെന്നൊക്കെ ആരോ പറയുന്നത് കേട്ട്. ഞാൻ വാർത്തയിൽ കണ്ടില്ല, ഒരാൾ പറയുന്നത് കേട്ടത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഈ ഭിക്ഷാടനത്തിന്റെ പേരിൽ തന്നെയൊക്കെയുള്ള ഒരു മാഫിയകളും കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിലൊന്നും വഞ്ചിക്കപ്പെട്ടു പോകരുത്. നമ്മൾ ദൈവം തരുന്ന ജ്ഞാനത്തിനനുസരിച്ച് വളരെ ജ്ഞാനത്തോടെ സഹായിക്കാവുള്ളൂ. പക്ഷേ ഓഫ് കോഴ്സ് കർത്താവ് നമുക്ക് ഹൃദയത്തിലെ ഫ്രീഡം, സ്വാതന്ത്ര്യം തരുന്നതനുസരിച്ച് ജ്ഞാനത്തോടെ ആവശ്യത്തിലിരിക്കുന്നവർക്ക് സഹായം ചെയ്യുന്ന കാര്യമൊക്കെയാണ് നമ്മൾ അതിന് തൊട്ട് മുമ്പ് വായിക്കുന്നത്. വിശക്കുന്നവർക്ക് അതിൻ്റെ 10-ാമത്തെ വാക്യം, വിരൽ ചൂണ്ടുന്നതും വഷളത്തും സംസാരിക്കുന്നതൊക്കെ മാറ്റി നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും, വഷളത്തും സംസാരിക്കുന്നത്, മറ്റുള്ളവരുടെ പരദൂഷണം സംസാരിക്കുന്നത്, വിരൽ ചൂണ്ടുന്നത് അവരാണ് കാരണം, ഇവരാണ് കാരണം, അത് കാരണമാണ് ഇങ്ങനെ വന്നത്, ഇങ്ങനൊരു കാരണമാണ്, അവർ കാരണമാണ് ഇത് സംഭവിച്ചത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കളഞ്ഞിട്ട് വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന്, 10-ാമത്തെ വാക്യം എവിടെ നമ്മളുള്ളത്? ഐസയ ചാപ്റ്റർ 58 വേഴ്സ് 10. തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. ഈ ലോകത്ത് വല്ലാത്ത ഇരുള, ഇവിടെ കർത്താവിൻ്റെ പ്രകാശം ഉദിക്കും. നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. നമ്മുടെ ജീവിതത്തിൽ ഒരു അന്ധകാരം, നമ്മൾ മുമ്പേ അന്ധകാരത്തിലായിരുന്നു എന്ന് മാത്രമല്ല, നമ്മൾ അന്ധകാരമായിരുന്നു. യു വേ ഡാർക്ക്നെസ് എന്നൊക്കെ യെശയ്യാവ് 5-ാം അധ്യായത്തിലെ ആ വാക്യമൊക്കെ നമുക്കറിയാം. യു വേ ഡാർക്ക്നെസ്, നിങ്ങൾ അന്ധകാരമായിരുന്നു. അതുപോലെ നമ്മളെ ഇരുട്ടിൽ ആ അന്ധകാരത്തെ ദൈവം എന്ന് മധ്യാഹ്നം വെളിച്ചം പോലെ, സൂര്യൻ്റെ വെളിച്ചം പോലെ കർത്താവിൻ്റെ വെളിച്ചം നമ്മളിലൂടെ പ്രകാശിക്കും. അത് കഴിഞ്ഞിട്ട് പറയുക, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലെ
നിലത്തിൽ നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്ന ഇപ്പം ഞാൻ ഈ വാക്യത്തിലേക്ക് വന്നത് യെശയ്യാവ് 58 12 വാക്യത്തിൽ മതിലിന്റെ കാര്യം, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. റീബിൽഡ് ഏൻഷ്യൻ റൂയിൻസ്. അപ്പോസ്തലന്മാരൊക്കെ ആദിമ നൂറ്റാണ്ടിൽ പണിത ആ മതില്, അതൊക്കെ ഇന്ന് സഭയില് ഇന്ന് ക്രിസ്തീയ ലോകത്ത് അതെല്ലാം ശൂന്യങ്ങളായിട്ട്, അതെല്ലാം റൂയിൻസ് ആയിട്ട്, അവശിഷ്ടങ്ങളായിട്ട്, ഇത് മതിലാണോ വഴിയാണോ എന്ന് തോന്നത്തക്ക വണ്ണം, റോഡാണോ തോടാണോ എന്ന് ആൾക്കാർ പറയുന്നത് പോലെ മതിലാണോ വഴിയാണെന്ന് പറയത്തക്ക വണ്ണം അതിർവരമ്പുകളില്ലാതെ സഭയും ലോകവും ഒക്കെ ചങ്ങാത്തം കൂടുന്ന ബാബിലോണിയ സംസ്കാരം, ബാബിലോണിയത ക്രിസ്തീയതയിൽ തഴച്ച് വളരുമ്പോൾ അവിടെ ദോസ് ഫ്രം എമംഗ് യു വിൽ റീബിൽഡ് ദ ഏൻഷ്യൻ റൂയിൻസ്. ആ ഒരു പുരാതനമായിട്ടുള്ള അപ്പോസ്തലന്മാർ പണിത് ആ മതിലുകൾ വീണ്ടും അത് ഉയരത്തിലേക്ക് കെട്ടുവാന് നിന്റെ സന്തതികൾ, നിന്നിൽ നിന്നുള്ളവര്, ദോസ് ഫ്രം എമംഗ് യു, നിങ്ങളിലുള്ളവർ അത് പണിയും എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്വം. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. ഏജ് ഓൾഡ് ഫൗണ്ടേഷൻസ് ആണ് ആ അടിസ്ഥാനങ്ങളെ, മതിലിന്റെ ഫൗണ്ടേഷനും സഭയുടെ ഫൗണ്ടേഷന് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. നമ്മൾ എഫേസ്യർ 2 അവസാനത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു, അവസാനത്തെ വാക്യങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ മതിലിന്റെ അടിസ്ഥാനം ആണ് അപ്പോസ്തലന്മാർ ഇട്ട കാര്യമൊക്കെ നമ്മൾ വെളിപാട് 21 അധ്യായത്തിന്റെ അതിന്റെ മതിലിന്റെ അടിസ്ഥാനത്തെക്കുറിച്ചൊക്കെ അതിന്റെ 21-14 നമ്മൾ വായിച്ചായിരുന്നു. അപ്പൊ ആ മതിലിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? മതിൽ എന്ന് പറഞ്ഞാൽ ലോകത്തോടുള്ള വേർപാടിന്റെ അടിസ്ഥാനമൊക്കെ ഇങ്ങനെ ഏജ് ഓൾഡ് ഫൗണ്ടേഷൻ, അതിന് ആ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങൾ നീ കെട്ടിപ്പൊക്കും. അതെല്ലാം പല തലമുറകളായിട്ട് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ക്രൂശിന്റെ കർക്കശ്യമുള്ള തീക്ഷ്ണതയുടെ വേർപാടിന്റെ വചനം പ്രസംഗിക്കപ്പെടാതെ ലോകമയത്വത്തിലേക്ക് ദൈവജനം കൂപ്പുകുത്തുമ്പോൾ അത് കെട്ടിപ്പൊക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുക, കേട് തീർക്കുന്നവനെന്നും കുടിയിരിക്കുവാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്ന് നിനക്ക് പേര് പറയും. നിന്റെ പേരെന്തായിരിക്കും? നിന്റെ പേരെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിലുള്ള പേര്, SSLC ബുക്കിലുള്ള പേരും ഉണ്ട്. എന്നാൽ നമുക്ക് ഒരു പേര് വരും. എന്താന്ന് പറഞ്ഞാല് യുൽ ബി കോൾഡ് ദ റിപ്പയറർ ഓഫ് ദ ബ്രീച്ച്. ഈ സഹോദരനോ ഈ സഹോദരിയോ കേട് തീർക്കുന്നവൻ ആണ്, കേട് തീർക്കുന്നവളാണ്. ബാക്കി സഹോദരങ്ങളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ബ്രീച്ചസ്, ലോകമയത്തിലേക്ക് പോകുന്ന ചില വിള്ളലുകളുമൊക്കെ, മതിലുള്ള വിള്ളലുകളൊക്കെ കണ്ട് ആ വിള്ളലുകളൊക്കെ കേട് തീർക്കുന്ന അതിൻ്റെ റിപ്പയർ ഓഫ് ദ ബ്രീച്ചസ്, കേട് തീർക്കുന്നവനെന്ന ഒരു പേര്. ഈ സഹോദരനാണെങ്കിൽ എവിടെങ്കിലും ലോകമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ കർക്കശമായിട്ട് പറയുന്ന ഒരാൾ ആണ് ഈ സഹോദരൻ, ഈ സഹോദരി എന്ന് പറയുന്ന ഒരു പേര് നിനക്ക് കിട്ടും എന്നാ പറയുന്നത്. കുടിയിരിക്കുവാൻ തക്കവണ്ണം പാതകളെ, അതായത് വിൽ ബി ദ റെസ്റ്റോറർ ഓഫ് ദ സ്ട്രീറ്റ്സ് ഇൻ വിച്ച് ടു ഡ്വെൽ. പാതകളിൽ കുടിയിരിക്കാൻ തക്കവണ്ണം ആ പാതകളൊക്കെ കർത്താവിൻ്റെ പാതകൾ, കർത്താവിൻ്റെ ക്രൂസിൻ്റെ പാത, പുതുതും ജീവനുമായിട്ടുള്ള പാത, ആ പാതകളെയൊക്കെ കർത്താവിൻ്റെ ആ ക്രൂസിൻ്റെ പാതയൊക്കെ യഥാസ്ഥാനപ്പെടുത്തും. എല്ലാം വളഞ്ഞും പുളഞ്ഞും ഒക്കെ, ക്രുക്കഡായിട്ട് വളഞ്ഞും പുളഞ്ഞും ഒക്കെ, നിറയില്ലാത്ത രീതിയിലെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും ബാക്കി ഓരോ കാര്യങ്ങളിലും ഒക്കെ പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവിൻ്റെ ആ വചനപ്രകാരം കാര്യങ്ങളെ ചെയ്യുന്ന അത് സ്ഥാക്കുന്നവനെന്നും നിനക്ക് പേര് പറയും എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിങ്ങനെ വെളിപാട് പുസ്തകത്തിലേക്ക് വരാം. അല്ലെങ്കിൽ നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ സ്റ്റഡി ആയി പോകും ഇല്ലേ? അതുകൊണ്ട് വെളിപാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ നമ്മൾ ആ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ നമ്മളത് കണ്ടു. ഇത് കണ്ട വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നഗരത്തിൻ്റെ നീളവും വീതിയും ഉയരവും സമമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിക്കൽ സ്ട്രക്ചർ ആയിരുന്നു. ക്യൂബ് എന്ന് പറയുമ്പോൾ അത് വിഭജനം അറിയാവുന്നവർക്ക് മനസ്സിലാവും. അത് നമ്മളെ നമ്മുടെ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് എക്സോഡസ് ചാപ്റ്റർ 25 ഇരുന്നേ അവിടെ ഒരു ക്യൂബ് ഉണ്ട്. അവിടെ അതിവിശുദ്ധ സ്ഥലം ഒരു ക്യൂബായിരുന്നു. പിന്നീട് ശലോമോൻ ആലയം പണിയുമ്പോഴും നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ആ വാക്യമൊക്കെ നമ്മൾ കണ്ടു. ആ സമാഗമന കൂടാരത്തിൽ 15 അടിയായിരുന്നു ഒരു ഡയമെൻഷൻ എങ്കിൽ, 15 അടി നീളവും വീതിയും ഉയരമാണെങ്കിൽ 30 അടി നീളവും വീതി ഉയരമായിട്ടാണ്. അതിൻ്റെ ഇരട്ടി അതേ പ്രൊപ്പോർഷനിൽ തന്നെയാണ്, അതേ പ്രൊപ്പോർഷനിൽ എന്നാൽ അതിൻ്റെ ഇരട്ടി ഡയമെൻഷൻസിലാണ്, അതിൻ്റെ ഇരട്ടി അളവിലാണ്
ശലോമോൻ ദേവാലയം പണിയുന്നതും പിന്നീട് ദേവാലയം പണിയപ്പെട്ടതും ഇനി യുനോ ഇനിയിപ്പോൾ ഈ അവന്ത്യകാലത്ത് ഇനി ദേവാലയം പണിയുമ്പോഴും ആ അളവിലൊക്കെ ആയിരിക്കും പണി. നമുക്ക് പത്രമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇനിയിപ്പം ആ അളവൊക്കെ വെച്ച് അവർ പണിയുന്ന കാര്യം നമുക്ക് വായിക്കാം. ലൈവായിട്ടൊക്കെ നമുക്ക് നെറ്റിൽ കാണാൻ പറ്റുമായിരിക്കും. യഹൂദന്മാർ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് കഴിഞ്ഞു. യഹൂദന്മാരുടെ ആലയം പണിയൊക്കെ തുടങ്ങാൻ ഇനി എപ്പം തുടങ്ങിയെന്ന് ചോദിച്ചാൽ മതി. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ബന്ധം? ഇവരിപ്പം സ്ക്വയർ ആയിട്ടോ ക്യൂബായിട്ടോ റെക്ടാങ്കിളായിട്ടോ ഒക്കെ പണിയിട്ട് നമുക്കിപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ ഇത് അതിവിശുദ്ധ സ്ഥലമാണ് കാന്തയായി മാറുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നവരാണ് കർത്താവിൻ്റെ കാന്തയായിട്ട് മാറുന്നത്. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളത്. എന്ത് വഴിയാ? പുതിയതും ജീവനുമുള്ള മാർഗം, ന്യൂ ആൻഡ് ലിവിങ് വേ. എബ്രായർ 10-ാം അധ്യായത്തിന് 19-20 വാക്യങ്ങൾ നമ്മളിപ്പോഴും അത് പറയാറുണ്ട്. ക്രൂശിന്റെ വഴി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ? കർത്താവ് എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. ഓരോ കാര്യത്തിലും കർത്താവ് എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ വചനപ്രകാരം, അവിടുത്തെ വചനത്തിലുള്ള, അവിടുത്തെ വചനത്തിൽ വെളിപ്പെട്ടിട്ടുള്ള അവിടുത്തെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിലാകണം. എൻ്റെ ചിന്താ ജീവിതത്തിൽ, എൻ്റെ സംസാരം, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവർത്തികൾ കർത്താവ് അതുപോലെ ആയിരിക്കണം. അതിനായിട്ട് ഓരോ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ വചനപ്രകാരം നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് കർത്താവിനെ ഹിതം ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ക്രൂശിന്റെ വഴിയിലൂടെ അതിവിശുദ്ധ സ്ഥലത്ത് നമ്മൾ പ്രവേശിക്കുന്നവരാവുന്നത്. നമ്മളുടെ ജഡമാകുന്ന തിരശ്ശീല ചീന്തിയാണ് ഈ ക്രൂശിന്റെ വഴിയിലൂടെ നമുക്ക് പോകാനൊക്കെ ഉള്ളതെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം. ആ സമയത്ത് കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ തന്നെ ക്രിസ്തുവിന്റെ മരണം നമ്മളിൽ നിരന്തരമായിട്ട് വഹിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ ജീവന് നമ്മളിൽ വെളിപ്പെടുന്നതെന്ന് എവിടെ വായിക്കുന്നേ? 2 കൊരിന്ത്യർ 4:10-11 വാക്യങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പം അങ്ങനെ നമ്മെ തന്നെ ഒരു പൂജ്യമായിട്ട് മുമ്പാകെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ എപ്പോഴും നിറയപ്പെടും. നമ്മളെ തന്നെ എപ്പോഴും നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മുമ്പാകെ നമ്മളൊരു സീറോ ആയിട്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഹെവൻ്റെ സീൽ എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൻ്റെ മുദ്ര എന്താണ്? ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ നിറച്ചുകൊണ്ടേയിരിക്കും. നമ്മെ തന്നെ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ തരുന്നത്. കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അപ്പം ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വന്ന് നമ്മെ തന്നെ ദൈവമുമ്പാകെ നമ്മളൊരു പൂജ്യമാണെങ്കിൽ ഇപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും, അതാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അതെല്ലാം നമ്മളിൽ കർത്താവിൻ്റെ സന്തോഷവും സ്നേഹവും ആ ഒരു സമാധാനവും ദീർഘക്ഷമയും പരോപകാരവും നന്മയും ഇന്ദ്രിയജയവും വിശ്വാസവും വിശ്വസ്തതയും സൗമ്യതയും എല്ലാം ഇന്ദ്രിയജയം എല്ലാം നമ്മളിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അങ്ങനെ പരിശുദ്ധ ആ ക്രൂശിന്റെ വഴിയിൽ ജീവന്റെ പുതുക്കത്തിൽ ആയിരിക്കുന്നവരാണ് ആര്? കാന്ത. ആ അതിവിശുദ്ധ സ്ഥലത്തുള്ളവരാണ്. ആ അതിവിശുദ്ധ സ്ഥലമാണ് കാന്തയായിട്ട് മാറാൻ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ കല്യാണത്തിന് വിളിക്കപ്പെട്ടവരായിട്ട് വിശുദ്ധ സ്ഥലത്തും പ്രാകാരത്തിലുള്ളവർക്ക് കല്യാണത്തിന് വിളിക്കപ്പെട്ടവരായിരിക്കാനേ ഒക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ കർത്താവേ ഈ വചനം 100, 60, 30 മേനിയായിട്ട് വിളയണമെന്ന് ചിലരൊക്കെ ഒരു ഒഴുക്കമട്ടിൽ പണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടെന്ന്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. കർത്താവിൻ്റെ ഹിതം എന്താ? കർത്താവ് ഇത് ഈ വചനം 100 മേനി ഫലം തന്നെ കായ്ക്കണമേ എൻ്റെ ജീവിതത്തിൽ, അല്ലാതെ 60, 30 ഒക്കെ കർത്താവിൻ്റെ ഹിതവേ അല്ല. അതൊക്കെ പിന്നെ അത് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത്രയും സമർപ്പണമുള്ളൂ. അതുകൊണ്ട് അത് ഇവഞ്ച്വലി അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് അങ്ങനെയൊക്കെ വെളിപ്പെടും. എന്നാൽ നമ്മളുടെ പ്രാർത്ഥന, നമ്മൾ CFCയിലായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വേറെ 60, 30 മേനിയുടെ അജണ്ട നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ എത്രയോ ഇടങ്ങളുണ്ട് പോയിരിക്കാൻ. ഇവിടെയുള്ളവരെല്ലാം 100 മേനി ആവുമെന്നോ 100 മേനി ആണെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മൾ അതിലേക്ക് ആയുന്നവർക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ സഭയായിട്ട് കൂടി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് 100 മേനി ആയാനുള്ള ഒരു ആഗ്രഹമോ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എത്രയോ സുഖമായിട്ട് ആരും മീറ്റിങ്ങിന് സമയമാകുമ്പോഴത്തേക്ക് ബ്രദറെ മീറ്റിംഗ് കയറിയില്ലേ, ബ്രദറെ മീറ്റിംഗ് വീഡിയോ ഓൺ ചെയ്യണേ, ബ്രദറെ മീറ്റിംഗ് ജോയിൻ ചെയ്യണേ, എന്താ കയറാഞ്ഞേ, എന്താ വരാഞ്ഞേ, ആരും ചോദിക്കുന്നൊന്നുമില്ല. വളരെ സുഖമായിട്ട് ഒരു കാര്യമുള്ളൂ, ദശാംശം കൃത്യമായിട്ട് അവിടെയൊക്കെ കൊടുത്താൽ മതി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മീറ്റിങ്ങിൽ ചോദിക്കാത്തതായിട്ടുള്ളൊരു കാര്യം അതേ ഉള്ളൂ, പൈസയുടെ കാര്യം. എന്നാൽ ബാക്കിയുള്ളവരുടെ പൈസ കൃത്യമായിട്ട് അവർക്ക് എന്താ ശമ്പളത്തിൻ്റെ 10% ഒക്കെ എണ്ണി തിട്ടപ്പെടുത്തി കാശ് കുറുക്കിയൊക്കെ അങ്ങ് കൊടുത്താൽ മതി. ബാക്കി അവർ വേറെ ചോദ്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ പിന്നെ സംഭാവനകളും കാര്യങ്ങളും ഒക്കെ എല്ലാത്തിനൊക്കെ അങ്ങ് കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് വലിയ കാര്യപരിപാടികളൊക്കെ നടത്തിച്ചാൽ മതി. വേറെ ആരും ചോദിക്കാനും വരത്തില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്തേന്ന് ചോദിക്കാനൊന്നും വരത്തില്ല. പിന്നെ 60 മേനിയും 30 മേനിയും ഇനിയിപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇനിയിപ്പം അതും പ്രാകാരം കഴിഞ്ഞിട്ട് വിശ്വാസത്തിൽ നിന്ന് വീണു പോയാൽ പോലും വലിയ കൺസേൺ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള എത്രയോ ഒരു ആ ഒരു ലോകത്തിൻ്റെ ഒഴുക്കിനൊത്തവണ്ണം പോകാനുള്ള എത്രയോ ഇടങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് മതി. പക്ഷേ 100 മേനിയിലേക്ക് ആയുവാനും നമുക്കൊരു ഹൃദയത്തിൽ കർത്താവേ എനിക്ക്
പൂർണ്ണമായിട്ടും അവിടുന്ന് പരിപൂർണ്ണമായിട്ട് എനിക്ക് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു തന്നെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങേ തന്നെ എന്നെ തന്നെ അങ്ങേക്കായിട്ട് ഏൽപ്പിച്ചു തരണം, അതിനായിട്ട് എന്നെ സഹായിക്കണേ. നമ്മളാരും അവിടെങ്ങും ആരും പൂർണ്ണതയുടെ ഏഴായിരത്തിൽ നമ്മളാരും എത്തിയിട്ടില്ല. പക്ഷേ അതിലേക്ക് ആയാനുള്ള ആ ഒരു മനസ്സ്, തീക്ഷ്ണത, ആ ഒരു പൂർണ്ണ ഹൃദയത്തോടെയുള്ളൊരു കർത്താവിനായിട്ടുള്ളൊരു സമർപ്പണം, നമുക്കുള്ള വെളിച്ചത്തിൽ കർത്താവെ ഞാൻ പൂർണ്ണമായിട്ട് അങ്ങേക്ക് എന്നെ തന്നെ തരുന്നു, എന്നെ സഹായിക്കണേ കർത്താവെ. ഞാൻ വീണാലും വീണ് പോയാലും ഞാൻ എഴുന്നേക്കും, അല്ലാതെ വീണടുത്ത് തന്നെ കിടന്ന് ഉരുളത്തൊന്നുമില്ല ഞാൻ. അങ്ങനെ അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെയുള്ളവരാണ് ആ പൂർണ്ണതയിലേക്ക് ആയുന്നവരാണ്. നമ്മളെ പൂർണ്ണതയിലേക്ക് ആയുന്ന കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ബൈബിൾ സ്റ്റഡിയിലും ആ ഒരു ആടുകളുടെ മെനുവും കുഞ്ഞാടുകളുടെ മെനുവും ഒക്കെ കണ്ടു. ചില പാലും കട്ടിയായിട്ടുള്ള ആഹാരവും കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം അതിലേക്കാണ് അങ്ങനെ ആ കാന്തയാകുവാനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നേ. അത് കഴിഞ്ഞിട്ട് അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചേ? മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു. അപ്പൊ ഈ സൂര്യകാന്തവും മരതകവും എന്താ നഖവർണി, ചുവപ്പ് കല്ല്, പീതരത്നം എന്നൊക്കെ പറഞ്ഞ് കുറെ കടിച്ചപ്പെട്ടാത്ത വാക്കുകളൊക്കെ കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ 20-ാമത്തെ വാക്യമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ 19-20 വാക്യങ്ങളിൽ നമ്മൾ ഒത്തിരി രത്നങ്ങളുടെ കാര്യമൊക്കെ കാണുന്നുണ്ട്. അപ്പം സൂര്യകാന്തത്തിലേക്ക് നമുക്ക് അപ്പോഴത്തേക്ക് വരാം. പക്ഷെ ഇപ്പം ഇവിടെ എന്താ പറയുന്നത്? സൂര്യകാന്തവും പണി സൂര്യകാന്തവും മതിലിന്റെ പണി സൂര്യകാന്തവും പിന്നെന്താ നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. ദ സിറ്റി വാസ് പ്യോർ ഗോൾഡ്. അവിടെ പുത്തൻ യെരൂശലേം അത് പ്യോർ ഗോൾഡ് ലൈക്ക് ക്ലിയർ ഗ്ലാസ്. അത് സ്വച്ഛ സ്ഫടികം, ക്ലിയർ ട്രാൻസ്പെറൻ്റ്, സ്വച്ഛ സ്ഫടികത്തിനൊത്ത ക്ലിയർ ഗ്ലാസ്, സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ ഒരു കർത്താവ് എന്താ പറഞ്ഞേ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8 വാക്യം ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ആ ഒരു ശുദ്ധി, ആ ഒരു പ്യൂരിറ്റി, ഒരു അശുദ്ധിയില്ലാതെ, ദുർമോഹമില്ലാതെ, കയ്പോ ക്രോധമോ വിരോധമോ വിദ്വേഷമോ ഒന്നും ഇല്ലാതെ ഒരു താഴ്മയോടുള്ള ഒരു പ്യൂരിറ്റി, ആ ഒരു നിർമ്മലത. അപ്പം അങ്ങനെയുള്ളവരാ കർത്താവിൻ്റെ കാന്തയുടെ ഭാഗമായി തീരും. നമ്മളിപ്പം ആ അന്തിമവിജയം പുസ്തകം എന്ന് വായിച്ചാൽ ഇവിടെ വീണ്ടും അന്തിമവിജയം പുസ്തകം 281 പേജ് ആയിരിക്കും നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ആ 17-18 വാക്യങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചു. ഇവിടെ വീണ്ടും നിർമ്മലതയ്ക്ക് ഊന്നൽ നൽകിയിരിക്കുന്നത് നാം കാണുന്നു. വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. എവിടെ വായിക്കുന്നേ? എബ്രായർ 12:14 വാക്യം. വിതൗട്ട് pursue peace with all men, എല്ലാവരോടും സമാധാനം ആചരിക്കുക. പിന്നെന്താ? വിതൗട്ട് സാങ്ക്ടിഫിക്കേഷൻ no one will see God. ഇന്ന് നമുക്ക് വിശുദ്ധീകരണം കൂടാതെ കർത്താവിനെ ആത്മാവിൽ കാണാനൊക്കെയില്ല. അന്നും നമ്മൾ ഈ വിശുദ്ധീകരണത്തിന് വഴിയിൽ, ഈ ക്രൂസിന്റെ വഴിയിലേക്കല്ല പോകുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് ചെന്നെത്തത്തില്ല. നമ്മുടെ നമ്മൾ വിശ്വാസത്തിന് നിലനിന്ന 60 മിനി 30 മിനിയായിട്ടൊക്കെ കഷ്ടിച്ച് മുഷ്ടിച്ചു അങ്ങ് എത്തിയേക്കാം. പക്ഷേ കഷ്ടിച്ച് മുഷ്ടിച്ചു എന്നുള്ളൊരു അജണ്ട ഉള്ളവർക്ക് ഉള്ള അപകടം എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴാണ് വീണു പോകുന്നതെന്നുള്ള കാര്യം പറയാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കർത്താവെ അവിടുത്തെ ഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് തന്നെ നയിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്കുള്ളത്. അതാണ് ഇവിടെ നിർമ്മലതയ്ക്ക് ഊന്നൽ നൽകി നാം കാണുന്ന സ്വച്ഛ സ്ഫടികത്തിനൊത്ത സുതാര്യതയുള്ളത്. അതായത് ഒരു അഭിനയം ചില നമുക്ക് ഉള്ളതിനെക്കാട്ടി കൂടുതൽ ഒരു ആത്മീയതയൊക്കെ ഒരു അഭിനയിച്ച് നമ്മുടെ വാക്കുകളിലൊക്കെ നമ്മൾ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രയോഗങ്ങൾ, അവിശ്വാസികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ചില കൊളോക്കിയൽ, അതിൻ്റെതായ ചില സ്ലാങ്ങും ചില ദ്വയാർത്ഥത്തിലുള്ള വർത്തമാനങ്ങളും ചില അശ്ലീല തമാശകളും ഒക്കെ ലോകക്കാരുടെ കൂടെ കൂടുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പിന്നെ വിശ്വാസികളെ കാണുമ്പോൾ അയ്യോ പ്രൈസലോട് സഹോദര, പ്രൈസലോട് സഹോദരി, സ്തോത്രം, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ്, അയ്യോ ദൈവത്തിൻ്റെ കൃപ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് വിശുദ്ധമായിട്ടുള്ള സംസാരമൊക്കെ അങ്ങ് വരും. അതൊക്കെ എന്താ ഒരു അഭിനയം. പല വേർഷനുണ്ട്. സ്കൂളിലൊരു വേർഷൻ, കോളേജിലൊരു വേർഷൻ, വീട്ടിലൊരു വേർഷൻ, ചർച്ചിലൊരു വേർഷൻ. പക്ഷെ അതൊക്കെ മാറിയിട്ടൊരു ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലായിടത്തും ഒരു ഇൻറ്റഗ്രിറ്റി എന്നുള്ള ആ വാക്കിൻ്റെ അതിൻ്റെ അക്ഷരികമായ അർത്ഥം അഖണ്ഡത എന്ന് പറയും. അഖണ്ഡത എന്ന് വെച്ചാൽ എന്താ? ഖണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? കഷണം. അഖണ്ഡത എന്ന് പറഞ്ഞാൽ കഷ്ണമായിരിക്കാത്ത അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാം ഏകീഭവിച്ചിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പല വേഷങ്ങളില്ല. ഒരാളാണ്
നമ്മൾ സ്കൂളിൽ ചെന്നാലും കോളേജിൽ ചെന്നാലും ഓഫീസിൽ ചെന്നാലും ഹോസ്പിറ്റലിൽ ചെന്നാലും സഭയിൽ ചെന്നാലും വീട്ടിൽ ചെന്നാലും ഇനിയിപ്പോൾ ഓർക്കാപ്പുറത്ത് ഇനോ നമ്മളെ ആളെ കാണുവാണെങ്കിലോ കേൾക്കുവാണെങ്കിലും എല്ലാം ആള് സെയിം തന്നെ. അവിടെ ഒരു അഭിനയമില്ല. വിശ്വാസികളെ കാണുമ്പോൾ ഒരു അഭിനയം, അവിശ്വാസികളോട് വേറൊരു തരത്തിലുള്ള സംസാരം, ഇനോ താഴ്ന്നവരോടൊരു സംസാരം. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കണ്ണിൽ ആരും താഴ്ന്നവരും ഉയർന്നവരും ഇല്ല. എന്നാൽ മനുഷ്യരായിട്ട് അങ്ങനെ ചിലരെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ഒക്കെ താഴ്ന്ന ആൾക്കാരോടൊരു തരത്തിലുള്ള പെരുമാറ്റം, വലിയ പണക്കാരും അതുപോലൊക്കെ വലിയ വലിയ ആൾക്കാരെ, ബിഗ് ഷോട്ട്സിനെ കാണുമ്പോൾ അതുപോലൊരു സംസാരം, അതൊക്കെ എന്താ സുതാര്യതയില്ല. അതൊക്കെ ഹിപ്പോക്രൈറ്റ്സ്, കാപട്യമാണ്, അഭിനയമാണ്. ചില ഈ ഓസ്കാർ അവാർഡിന് നോമിനേഷൻ കൊടുക്കാൻ പറ്റുന്ന പാർട്ടീസാണ് അതൊക്കെ. ഇങ്ങനെ അതുപോലൊക്കെയുള്ള അവാർഡും കാര്യങ്ങളൊക്കെ അവർക്ക് നോമിനേഷൻ കൊടുക്കേണ്ടി വരും. നാട്യം, അഭിനയ, ഹിപ്പോക്രൈറ്റ് എന്നുള്ളത് അത് ഇംഗ്ലീഷിൽ കോയിൻ ചെയ്തൊരു വാക്കാണ്. നമ്മൾ സാഗ്ബേ എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് ഗ്രീക്കിൽ ഹിപ്പോക്രൈറ്റ് എന്ന് പറഞ്ഞാൽ അഭിനേതാവ്, നടൻ എന്നുള്ള, ആക്ടർ എന്നുള്ളൊരു അർത്ഥമാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അഭിനയം ഇല്ലാതെ കർത്താവ് ഞാൻ എല്ലായിടത്തും ഒരു വർഷം തന്നെ ആയിരിക്കാൻ എന്നെ സഹായിക്കണമേ. അതാ ഇൻറ്റഗ്രിറ്റി എൻ്റെ ആ ഒരു റൂട്ട് മീനിങ് അതാ. ഇൻറ്റഗ്രിറ്റി നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻറ്റഗ്രിറ്റിക്ക് സത്യസന്ധത, ആത്മാർത്ഥത എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എങ്കിലും അത് അതിൻ്റെ ആ വാക്യത്തിൻ്റെ അർത്ഥം അതാ യുനോ നമ്മളുടെ ലെങ്തും ബ്രെഡ്ത്തും ഉള്ളതുപോലെ തന്നെ ഒരു ഡെപ്തും നമുക്കുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയൊരു ഫ്ലെക്സ് ബോർഡ് മാതിരി വലിയൊരു ആത്മീയ ജീവിതം, എന്നാൽ ഇതിന് തിക്നെസ് ഒന്നുമില്ല. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും ആഴമൊന്നുമില്ല. പക്ഷേ പുറമെ ആൾക്കാരുടെ മുമ്പിലുള്ള ഒരു ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ. എന്നാൽ വീട്ടിലേക്ക് ചെന്നാൽ അറിയാം എന്താ ഊരിലെ പഞ്ഞ, അത് ഉണ്ണിയൊക്കെ കണ്ട അറിയാം. ഊരിലെ പഞ്ഞ എന്നൊക്കെ പറഞ്ഞ പോലെ ഇനോ ആ ഒരു ആ ഒരു പ്രോബ് ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ലെന്ന് തോന്നുന്നു. എന്നാൽ ഇനോ വീട്ടിലെ അവർ ഫ്രീ ആയിട്ട് ഇടപെടുന്നവരുടെ അടുത്ത് വേറൊരു വേർഷൻ, എന്നാൽ ബാക്കിയുള്ളവരുടെ അടുത്ത് വേറൊരു വേർഷൻ. അങ്ങനെ ആവാതെ എപ്പോഴും എല്ലായ്പ്പോഴും ബാക്കി വിശ്വാസികൾ നമ്മുടെ കൂടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം നമ്മളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോടൊക്കെ സംസാരിക്കുന്ന ഒരേ രീതിയിലാണ്. അതോ ബാക്കിയുള്ള സഹോദരങ്ങളുള്ളപ്പോൾ നമ്മൾ ഒരു രീതിയിൽ സംസാരിക്കുന്നു, ആരും ഇല്ലാത്ത സമയത്ത് വേറൊരു രീതിയിൽ സംസാരിക്കുന്നു. സോ അപ്പം അങ്ങനെയൊക്കെ അതാ നമ്മുടെ സുതാര്യതയുള്ള, ക്ലിയർ, അതാ നമ്മളിപ്പോൾ വായിച്ച് പ്യോർ ഗോൾഡ് ലൈക്ക് ക്ലിയർ ഗ്ലാസ് ക്ലിയർ ആയിട്ട ഗ്ലാസ്. ഈ ചില വണ്ടിയുടെ ഗ്ലാസ് സോ ക്ലിയർ ആയിട്ട് നമ്മൾ വിചാരിക്കും ഗ്ലാസ് താഴ്ത്തി ഇട്ടേക്കുമെന്ന് വിചാരിക്കും. എന്നുവെച്ചാൽ ഗ്ലാസ് അത്ര ട്രാൻസ്പെറന്റ്. അപ്പൊ നമ്മൾ കൈ അങ്ങോട്ട് വെക്കുമ്പോൾ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു വെച്ചാൽ അത്ര ക്ലിയർ ഗ്ലാസ്. ഇന്ന് വേറെ ഈ തുടക്കാത്തെയും ഒക്കെ കഴുകാത്തെയൊക്കെ വണ്ടിയുടെ ഗ്ലാസ് ഉണ്ട്. അത് പൊടി പിടിച്ച് എല്ലാ ഹാർഡ് വാട്ടർ സ്റ്റെയിൻസും എല്ലാം ഒക്കെ ആയിട്ടത് അയ്യോ ഇത് ആരും കഴുകി കൊടുത്തില്ലല്ലോ എന്ന് തോന്നത്തക്ക രീതിയിലിരിക്കുന്ന ക്ലിയർ ഗ്ലാസ്, അതുപോലുള്ളൊരു ജീവിതം, ആ ഒരു ട്രാൻസ്പെറൻസി, അത് സ്വച്ഛ സ്ഫടികത്തിനൊത്ത സുതാര്യതയുള്ളവർ യെരൂശലേമിൽ അധിവസിപ്പിക്കുവാൻ ദൈവം തിരയുന്നത് പൂർണ്ണതയുള്ള ആളുകളെയല്ല. ആർക്കും നമ്മൾ പാപരഹിതമായ പൂർണ്ണത നമുക്ക് ആർക്കും ഇല്ല. എന്താ ഒരു മനസാക്ഷിയിലുള്ളൊരു പൂർണ്ണത എന്ന് പറഞ്ഞാൽ എന്താ പെർഫെക്റ്റ് കോൺഷ്യൻസ്. അത് വായിക്കുന്നുണ്ട്. എബ്രായർ 9:7 വാക്യം എന്ന് എൻ്റെ ഓർമ്മ. എബ്രായ ലേഖനത്തിൽ നമ്മൾ പൂർണ്ണത എവിടാന്ന് ചോദിച്ചാൽ നമ്മുടെ മനസാക്ഷിയിലുള്ളൊരു പൂർണ്ണത എന്ന് പറഞ്ഞാൽ പാപരഹിതമായ സിൻലെസ് പെർഫെക്ഷൻ കർത്താവ് വരുമ്പോഴേ ഉള്ളേ. എന്നാ നമ്മളുടെ ആരാധകനെ, അതെ, എബ്രായർ 9-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ് വർഷിപ്പ് പെർഫെക്റ്റ് ഇൻ കോൺഷ്യൻസ്. പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പം പഴയ ഉടമ്പടിയോട് കോൺട്രാസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു വിരോധാഭാസമായിട്ട് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി പറയുക ഇവിടെ. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യം അത്രേ. എന്നുവെച്ചാൽ ആ സമാഗമന കൂടാരം ഇപ്പോൾ ഉള്ള ഒരു ഉപമ മാത്രമാണ് ഇന്നത്തെ കാലത്ത്. അതിൻ്റെ ആത്മീയ വശമാണ് നമുക്കുള്ളതെന്ന് പറയുക. അതിനൊത്തവണ്ണം ആരാധനക്കാരന് അല്ലെങ്കിൽ ആരാധകന്, വർഷിപ്പറിന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടിയാകും അർപ്പിച്ചു പോരുന്നു. അന്ന് എന്താ ആരാധകന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താനൊന്നും പഴയ നിയമത്തിലെ ആരാധനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അവര് ആടിനെയും കോലാടിനെയൊക്കെ കൊണ്ട് സമർപ്പിക്കും. പിന്നെയും അടുത്ത വർഷം ആകുമ്പോഴും വീണ്ടും വീണ്ടും ഓരോ വർഷം ചെല്ലുമ്പോഴും അവരുടെ ആനുവൽ റിമൈൻഡർ ഓഫ് ദ സിൻസ്, വീണ്ടും ആ എന്താ പറയുന്നത് പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം വന്നുകൊണ്ടിരിക്കുക. അതാ നമ്മുടെ തൊട്ടടുത്ത അധ്യായത്തിലല്ലേ
ആനുവൽ റിമൈൻഡർ, ഇയർ ആഫ്റ്റർ ഇയർ. അതെ, നോ ലോങ്ങർ വിൽ ഹാവ് ദ കോൺഷ്യൻസ്. അതെ, അതിന്റെ മൂന്നാമത്തെ വാക്യം 10:3. ഇപ്പോഴും ആണ്ടുതോറും അവയാൽ ഈ യാഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ അന്ന് പഴയ നിയമത്തിലെ ആൾക്കാർക്ക് പാപങ്ങളുടെ ഓർമ്മയുണ്ടാവുന്നു. റിമൈൻഡർ, ആനുവൽ റിമൈൻഡർ ഓഫ് സിൻസ് ഇയർ ബൈ ഇയർ ഉണ്ടാവുന്നു. അതായിരുന്നു പഴയ നിയമത്തിൽ. ഇപ്പം ഒരു പൂർണ്ണ ഒരു ആ, ഒരു ഇതുവരെ പാപം ചെയ്തിട്ടില്ലെന്ന വണ്ണം ദൈവമുമ്പാകെയുള്ള ഒരു പ്രാഗൽഭ്യം നമുക്ക് ഇന്ന് ഉണ്ടാകുന്നത്, രക്തത്താൽ ഉണ്ടാകുന്ന പോലെ ഒരു പൂർണ്ണതയുള്ള മനസാക്ഷി അന്ന് സാധ്യമായിരുന്നില്ല. എന്ന് അന്ന് അത് സാധ്യമല്ല അല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ഇന്ന് പുതിയ നിയമത്തില് the sacrifice, we being a living sacrifice in the new covenant can make the worshipper perfect in conscience എന്ന് അവിടെ പറഞ്ഞു വരുന്നത്. ഇന്ന് പുതിയ നിയമത്തിലെ നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന നമ്മളുടെ ഇന്നത്തെ യാഗം, ക്രൂശിലെ യാഗം കർത്താവ് യാഗമായി തീർന്നു. നമ്മൾ അത് കണ്ട് നമ്മെ തന്നെ യാഗമായിട്ട് സമർപ്പിക്കുന്നത് നമുക്ക് ആ യാഗം, കർത്താവിൻ്റെ യാഗം, ആരാധകനായിട്ടുള്ള വർഷിപ്പറായിട്ട് നമ്മളെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ സാധിക്കും, പെർഫെക്റ്റ് ഇൻ കോൺഷ്യൻസ് ആക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം. പിന്നെ അതേ കാര്യം തന്നെ 10-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, എബ്രായർ 10-ന്റെ 1-ാമത്തെ വാക്യം കണ്ടോ? ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ ഗുഡ് തിങ്സ് ടു കം. പുതിയ നിയമത്തിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ ഗുഡ് തിങ്സ് ടു കം, നന്മകൾ, വരുവാനുള്ള നന്മകൾ. ഇന്ന് വന്ന നന്മകളാണ് പുതിയ നിയമത്തിലൂടെ വന്ന നന്മകൾ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. അതല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അടുത്ത് വരുന്നവർക്ക്, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക്, അന്ന് പഴയ നിയമത്തിൽ അവര് യഹോവയായ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരു പൂർണ്ണത വരുത്തുവാൻ, സൽഗുണപൂർത്തി, പെർഫെക്ഷൻ വരുത്തുവാൻ ആ യാഗങ്ങൾക്ക് കഴിവുണ്ടായിരുന്നില്ല എന്ന് ക്രൂശിലെ കർത്താവിന്റെ യാഗത്തിന് കഴിവുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? അപ്പം എന്താ പറഞ്ഞു വരുന്നത്? നമ്മള് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നവരാണ് കർത്താവിന്റെ കാന്തയായിട്ട് തീരുന്നതെന്ന് പറയുമ്പം നമ്മളെന്തോ പൂർണ്ണത ആയാലേ എന്ന് ഉള്ള അർത്ഥമല്ല. നമ്മൾ കാര്യം പൂർണ്ണതയുള്ളവരല്ല, എന്നാൽ നമ്മൾ സുതാര്യതയുള്ളവരാണ്, നമ്മൾ കാപണ്യമില്ലാത്തവരാണ്. അങ്ങനെയുള്ളവർക്കാണ്. നഥാനിയലിനെ കുറിച്ച് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിലൊരു കാപട്യവും ഇല്ല. യാക്കോബ് എന്തായി തീർന്നു? ഇസ്രായേലായി തീർന്നു. യാക്കോബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? വഞ്ചിക്കുന്നവൻ, വഞ്ചകൻ, ഡിസീവർ. അവന് ദൈവം ഒരു പുതിയ പേര് കൊടുത്തു, ഇസ്രായേൽ. ദൈവത്തിന്റെ രാജകുമാരൻ എന്നുള്ള, പ്രിൻസ് ഓഫ് ഗോഡ് എന്നുള്ള അർത്ഥമുള്ള ഇസ്രായേൽ. എന്ന് പറഞ്ഞാൽ ദൈവം. ഇസ്രായേൽ, പ്രിൻസ് ഓഫ് ഗോഡ് എന്നുള്ള അർത്ഥമുള്ള പേര് കൊടുത്തു. അപ്പൊ സാക്ഷാൽ ആ യാക്കോബ്, നിന്റെ പേരെന്താണെന്ന് അവിടെ പെനിയിൽ വെച്ച് കർത്താവ് ചോദിക്കുമ്പം, ഉൽപ്പത്തി 32-ാം അധ്യായത്തിൽ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ യാക്കോബ് എന്ന് പറയുമ്പോൾ, ഞാൻ കർത്താവ് വഞ്ചകനാണെന്ന് പറഞ്ഞാൽ അവന് പുതിയ, ഇനി മുതൽ വഞ്ചകനായിരിക്കത്തില്ല, നീ ഇനി മുതൽ ദൈവത്തിന്റെ പ്രഭു ആയിരിക്കും, പ്രിൻസ് ഓഫ് ഗോഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു പേരൊക്കെ കൊടുത്ത് ആ ഇസ്രായേലിൽ നിന്ന് വന്ന നഥാനിയലിനെ കണ്ട കർത്താവ് അവിടെ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയാം, ഇതാണ് സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവന് യാതൊരു കപടവും ഇല്ല. ഗൈൽ, അവനൊരു കപടമില്ല, ഒരു അഭിനയോ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ടുള്ള ഒരു ഭാവിക്കലോ കാര്യങ്ങൾ ഉള്ളതുപോലെ അവന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ അറിയാവുന്ന രീതിയിൽ ഭാവിച്ച് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കുക. അറിയത്തില്ലെങ്കിൽ അത്ര അറിയത്തില്ല. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളും പാപങ്ങളും എല്ലാവരോടും നടന്ന് പറയണമെന്നൊന്നുമല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മുടെ കുറവുകളും പാപങ്ങളും നമുക്ക് കർത്താവിനോട് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ നമ്മളൊരു ഇല്ലാത്തൊരു, ഭാവിക്കേണ്ടത് മേലെ ഭാവിച്ചു വീരാതൊരു അഭിനയം ഇല്ലാത്തൊരവസ്ഥ. അപ്പം അതാ നമ്മളോട് വായിക്കുന്ന സുതാര്യതയുള്ളവർ. യെരൂശലേമിൽ അധിവസിക്കും ദൈവം തിരയുന്നത് പൂർണ്ണതയുള്ള ആളുകളെയല്ല, മറിച്ച് കപടമില്ലാതെ സത്യസന്ധരായ ആളുകളെയാണ്. ആ പൂർണ്ണത എവിടെ നമുക്കുള്ളത്, ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ മനസാക്ഷിയിൽ. അതാ നമ്മളിപ്പം എബ്രായർ 9:9 വായിച്ച്, പൂർണ്ണ മനസാക്ഷി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ ഇതുവരെ ഞാനൊരു പാപം ചെയ്തിട്ടില്ലെന്ന വണ്ണം, പാപം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇതുവരെ കർത്താവിന് പൂർണ്ണമായിട്ട് അനുസരിച്ചവൻ എന്ന വണ്ണം കർത്താവിന്റെ നീതി എനിക്കായിട്ട് കണക്കിട്ടു. അതുപോലെ കർത്താവിന്റെ പാപങ്ങളെ ഓർക്കുന്നില്ല, അത് ജസ്റ്റിഫൈഡ്. അത് ആ പൂർണ്ണ മനസാക്ഷിയോടെ നമുക്ക് ദൈവമുമ്പാകെ നിൽക്കാൻ സാധിക്കും. അങ്ങനെ പൂർണ്ണതയുള്ളവരെന്ന പാപരഹിതമായ പൂർണ്ണത, സിൻലെസ് പെർഫെക്ഷൻ, ഒരു പാപമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത് കർത്താവിന്റെ വരവെങ്കിലും. ഇപ്പൊ ആരെങ്കിലും നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ, നമ്മളൊരു പാപമില്ലെന്ന് പറഞ്ഞാൽ അവൻ പോഷക്ക് പറയുന്നു എന്നൊക്കെ നമ്മൾ 1 യോഹന്നാൻ 1-ന്റെ 8-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പം 19-20 വാക്യങ്ങൾ. അപ്പം അന്തിമവിജയം പുസ്തകത്തിന്റെ 19-20 വാക്യങ്ങൾ ഇപ്പം ജഗബേർ ഇപ്പം വായിക്കുമ്പോൾ അജുബേർ ഇപ്പം അത് ഡിസ്പ്ലേ ചെയ്യുമല്ലോ, അന്തിമവിജയം പുസ്തകത്തിലെ ആ പോർഷൻ. വാക്യം 19-20.
നഗരത്തിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പ് കല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒൻപതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഡൂര്യം, പതിനൊന്നാമത്തേത് പത്മരാഗം, പന്ത്രണ്ടാമത്തേത് സുഗന്ധിരത്നം. വിലയേറിയ രത്നക്കല്ലുകൾ കേവലം ഒരു രാത്രി കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഭൂമിയുടെ ആഴത്തിൽ മനുഷ്യദൃഷ്ടിക്ക് മറഞ്ഞ് നിരവധി വർഷങ്ങൾ വലിയ സമ്മർദ്ദത്തിൽ കിടന്നാണ് അവ രൂപപ്പെടുന്നത്. ഇങ്ങനെയാണ് പുതിയ യെരുശലേമിന് അനുയോജ്യമായ വിശുദ്ധന്മാരും രൂപപ്പെടുന്നത്. ദൈനംദിന ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾക്കും സാഹചര്യങ്ങൾക്കും മുൻപിൽ തങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ അതിൻ്റെ ഫലമായി ചില വർഷങ്ങൾ കൊണ്ട് അവർ വിലയേറിയ രത്നങ്ങളായി രൂപാന്തരപ്പെടുന്നു. യെഹെസ്കേൽ 28:13 നാം വായിക്കുന്നത്, ലൂസിഫർ ഇതേ കല്ലുകളാൽ തന്നെ അലങ്കൃതനായിരുന്നു എന്നാണ്. പക്ഷേ അവനെ ദൈവസന്നിധിയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ പിന്നീട് ഇതേ രത്നങ്ങൾ തന്നെ അഹരോന്റെ വസ്ത്രത്തിൽ പതിച്ചിരിക്കുന്നത് നാം കാണുന്നു. പുറപ്പാട് 28:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അഹരോൻ ക്രിസ്തുവിന്റെ നിഴലാണല്ലോ. ലൂസിഫറിനെ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിലൂടെ മനുഷ്യനെ കൈവരും എന്നതിൻ്റെ പ്രതീകാത്മകമായ ചിത്രീകരണമായി ഇതിനെ കണക്കാക്കാം. ഈ രത്നങ്ങൾ ഒടുവിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയിലാണ് നാം കണ്ടെത്തുന്നത്. ദൈവത്തിൻ്റെ തേജസ് പുതിയ യെരുശലേമിൽ സഭയിൽ വന്നെത്തുന്നു. അപ്പൊ വെളിപാട് 21-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളാണ് നമ്മളിപ്പം വായിച്ചു കേൾക്കുകയും സാക്ഷ്യനമ്പുരാന്റെ അന്തിമോചന പുസ്തകത്തിലെ ആ കറസ്പോണ്ടിങ് പോർഷൻ ഇപ്പം നമ്മൾ വായിച്ചു കേൾക്കുകയും ചെയ്തല്ലോ. അതിന്റെ 19-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് കടിച്ചപ്പൊട്ടാത്ത വാക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ആഴത്തിലുള്ള വളരെ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള എന്ന നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന വെല്ലുവിളിക്കുന്ന ഒരു ആത്മീയ സത്യങ്ങളും നമ്മളവിടെ കാണുന്നുണ്ട്. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ, അപ്പൊ ഈ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ദ സിറ്റി വാൾ, അപ്പം ഈ 12 അടിസ്ഥാന കല്ലുകൾ എന്നൊക്കെ നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ 12 അടിസ്ഥാനവും 12 ഫൗണ്ടേഷൻ സ്റ്റോൺസ്, അവിടെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. അതായത് ഈ നഗരത്തിന് മതിലുണ്ട്, ആ മതിലിന്റെ അടിസ്ഥാനത്തിൽ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മതിലിൽ തന്നെ ഇത്രയും വലിയ അലങ്കാരമാണ്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ? അവിടെ 4 സെറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. 4 സെറ്റ്സ് ഓഫ് 3. 4 into 3 = 12. അപ്പൊ 4 into 3. അപ്പം ഒന്നാമത്തെ സെറ്റ് എന്താ? ഇപ്പൊ ഇങ്ങനെ 4 സെറ്റായിട്ട് ഓരോ സെറ്റിലും 3 ഇങ്ങനെ റുബിക്സ് ക്യൂബിലൊക്കെ ഉള്ളത്. റുബിക്സ് ക്യൂബില് അങ്ങനെയാണോ? അല്ലെ, അവിടെ 3 into 3 അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ അപ്പം എന്താ ഇവിടെ ഒന്നാമത്തെ സെറ്റില് സൂര്യകാന്തം, അതിന്റെ ഇംഗ്ലീഷും കൂടെ വായിക്കുമ്പോൾ ജാസ്പർ. നമ്മൾ ഓരോ സൗരങ്ങളുടെ പേരൊക്കെ നമ്മൾ ജാസ്പറിനെ കേട്ടിട്ടുണ്ട്. സൂര്യകാന്തം. രണ്ടാമത്തേത് നീലരത്നം, സഫയർ. പുറപ്പാട് 24:10 നമ്മൾ സഫയറിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. സഫയർ എന്ന് പറഞ്ഞ എൻട്രൻസ് കോച്ചിങ് ട്യൂഷൻ സെന്റർ, അത് വേറെ സ്പെല്ലിംഗ് ആയിട്ട് സഫയർ. അത് എന്താ നീലരത്നം. പുറപ്പാട് 24:10 വാക്യം, അവിടെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലെ വേറെ വാക്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ അതിലേക്കൊക്കെ നമുക്ക് പോകാം. പുറപ്പാട് 24:10 ദൈവത്തിന്റെ നമ്മളവിടെ വായിക്കുന്ന എന്താ? വെളിപ്പാടി നമ്മൾ എങ്ങോട്ടെത്തി? പുറപ്പാട്, എക്സോഡസ്. പുറപ്പാട് 24-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു എന്നത് 9-ാമത്തെ വാക്യം. പിന്നെ 10-ാമത്തെ വാക്യം, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു, അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല്
പടുത്തളം പോലെയും. നീലക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മളിപ്പം വായിച്ച നീലരത്നം. അപ്പം സഫയറിന്റെ കളർ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ബ്ലൂ ഇൻ കളർ. ഓക്കെ ഓക്കെ. സോ അപ്പം നീലക്കല്ല്, പടുത്തളം അല്ല, പടുത്തതളം. പടുത്തതളം, പേയ്മെന്റ് എന്നാണ് ഇംഗ്ലീഷിൽ പടുത്തതളം. പേയ്മെന്റ്, നമ്മൾ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാവുന്നു. നമ്മൾ മലയാളികൾക്ക് ഇംഗ്ലീഷ് വാക്ക് കേട്ടാൽ കുറച്ചുകൂടെ ഈ തളം, പടുത്ത തളം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ പടുത്ത് വെച്ചുള്ള തളം. ആ ഒരു പേയ്മെന്റ് ഓഫ് സഫയർ ആസ് ക്ലിയർ എസ് ദ സ്കൈ ഇറ്റ് സെൽഫ്. ആകാശത്തിന് എന്ത് കളറാ? നീല കളർ. അപ്പൊ നീലരത്നം, സഫയർ. ഇപ്പൊ പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു എന്നുള്ളത്. അപ്പം കർത്താവിന്റെ കർത്താവിന്റെ ഒരു ദർശനം അവർക്കുണ്ടാകുമ്പം അവര് ദൈവത്തെ കാണുന്നു, ഇസ്രായേലിന്റെ ദൈവത്തെ. മോശയും അഹരോനും നാദാബും അബീഹും ഒക്കെ ഇസ്രായേൽ മൂപ്പന്മാർ 70 പേരും എല്ലാം കൂടെ കയറി ചെന്ന് കാണുമ്പോൾ അവിടെ അവർ കാണുമ്പോൾ ദൈവത്തിന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും, പേയ്മെന്റ് ഓഫ് സഫയർ, ആ നീലക്കല്ല്. അപ്പൊ ആ നീലക്കല്ല് ആണ് നമ്മളിവിടെ കാന്തയാകുന്ന യെരുസലേമിന്റെ മതിലിന്റെ ഒന്നാമത്തെ റോ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, നാലാമത്തേത് നമ്മളിപ്പം വായിച്ചു. അപ്പോ ഒന്നാമത്തെ സെറ്റ് നമുക്ക് തിരിച്ച് ഇപ്പം നമ്മുടെ ലൊക്കേഷൻ എവിടെ എത്തി? കറണ്ട് ലൊക്കേഷൻ പുറപ്പാട്. നമ്മൾ വെളിപ്പാടിലേക്ക് വന്നു. രണ്ടും പാടാണെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. പുറപ്പാട് 21 അധ്യായത്തിന്റെ 19 വാക്യം. സൂര്യകാന്തം, നീലരത്നമാണ്. സൂര്യകാന്തം ജാസ്പർ, നീലരത്നം സഫയർ. മൂന്നാമത്തേത് മാണിക്യം. അപ്പൊ മാണിക്യത്തിന്റെ പേരെന്താ? കാൽസിഡോണി എന്നുള്ളൊരു പേരാ. പിന്നെ നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി. മരതകം എന്ന് പറയുന്നത് എമറാൾഡ്. അതെ, ഫോർത്ത് എമറാൾഡ്. പിന്നെ അഞ്ചാമത്തേത് സാർഡോണിക്സ്, നഖവർണി. ഇതൊക്കെ അതേ കാര്യങ്ങളൊക്കെ നമ്മളിനിയിപ്പം ഹെസ്കേലിന്റെ പുസ്തകത്തില് ആർക്കുണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കാൻ പോവുക. ഇപ്പം സാത്താൻ ഉണ്ടായിരുന്ന, ലൂസിഫർ ആയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ലൂസിഫർ എന്നുള്ള പേരെ നമ്മൾ അറിയപ്പെടുന്നതെന്ന്, പ്രധാന ദൂതനായിരുന്ന സമയത്ത് അവനുണ്ടായിരുന്ന കാര്യങ്ങൾ ഒക്കെ ഒരു ആത്മീയാർത്ഥത്തിൽ അത് ക്രിസ്തുവിലൂടെ സഭയിലേക്ക് വന്ന കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അപ്പം അതാണ് നമ്മൾ നാലാമത്തേത് മരതകം, എമറാൾഡ്. അഞ്ചാമത്തേത് നഖവർണി എന്നുള്ളത് സാർഡോണിക്സ്. പിന്നെ ആറാമത്തേത് ചുവപ്പ് കല്ല്, സാർഡിയസ്. ഏഴാമത്തേത് പീതരത്നം. ഏഴാമത്തേത് ക്രിസലൈറ്റ്. എട്ടാമത്തേത് ഗോമേതകം, ബെറിൽ. ഒമ്പതാമത്തേത് പുഷ്യരാഗം, ടോപ്പാസ്. പത്താമത്തേത് വൈഡൂര്യം, ക്രിസോപ്രൈസ്. 11 പത്മരാഗം, ജാസിന്ത്. ജസിന്ത എന്നൊക്കെയുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജാസിന്ത്. 12 സുഗന്ധിരത്നം, അത് അമെത്തിസ്ത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഇപ്പൊ നമ്മൾ വായിച്ചതുപോലെ ഈ രത്നങ്ങളൊക്കെ ഭൂമിയുടെ പുറത്ത് ചെന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ രത്നങ്ങളൊക്കെ കാണുമോ? ഇല്ല. രത്നങ്ങളൊക്കെ ആഴത്തിൽ അവര് കുഴിച്ചെടുക്കുന്നതാണ്. അപ്പൊ രത്നങ്ങളൊക്കെ ഭൂമിയുടെ ആഴത്തിലുള്ള, ഉപരിതലത്തില് ചെളിയും മണ്ണും പുല്ലും വൈക്കോലും ഒക്കെയാ ഉള്ളത്. വിലയില്ലാത്ത കാര്യങ്ങളൊക്കെയാ പുറത്തുള്ളത്. എന്നാൽ വിലയുള്ള കാര്യങ്ങളൊക്കെ ഭൂമിയുടെ ആഴത്തിലുള്ളത്. നമ്മളത് നമ്മൾ കേട്ടിട്ടുണ്ട്. വചനത്തിന്റെ ഉപരിതലത്തിൽ മാത്രം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പുല്ലും ചെളിയും ഒക്കെ പോലെയൊക്കെയുള്ള ഉപരിതലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആഴത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് അതിൻ്റെ ചില ട്രഷേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞതുപോലെ ഈ നഗരത്തിന്റെ ഭാഗമാകുന്ന ആ ഒരു ദൈവത്തിന്റെ വലിയ തേജസ്സിന്റെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും ഈ ദൈവത്തിന്റെ തേജസ് വരുന്നത് എങ്ങനെയാ? അത് നമ്മളും മറഞ്ഞിരിക്കുന്നൊരു ജീവിതം, ദൈവമുമ്പാകെ മറഞ്ഞിരിക്കുന്നൊരു ജീവിതം നമുക്കുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു തേജസ് വെളിപ്പെടത്തുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം മൊത്തം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് കിട്ടും? ഫസ്റ്റ് ക്ലാസ് ഫാരിസി എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. പരീക്ഷന്മാരെ കുറിച്ച് പറയുമ്പോൾ മത്തായി 23 അധ്യായത്തില് അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ പറയുന്നത്?
പരീക്ഷമായിട്ട് ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ അവരെല്ലാ കാര്യവും എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ആൾക്കാർക്ക് വിളങ്ങേണ്ടതിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മത്തായി 23-ാം അധ്യായം മാത്യു 23:5 23-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നല്ല അടി അവർക്ക് കൊടുക്കുന്നേ സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ ആ, അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിന് അത്രയും ചെയ്യുന്നത്. ഓ, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അവരെ കാണിക്കണം, ഇവരെ കാണിക്കണം, ഞാൻ എത്ര വലിയ ആളാണ്, ഞാൻ എത്ര ആത്മീയനാണ്, ഞാൻ എത്ര ആത്മീയയാണ്. ആ ഒരു മനുഷ്യരെ കാണിക്കേണ്ടതിനുള്ള നമ്മളിപ്പം ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും ബൈബിൾ വായിച്ചാലും എല്ലാം എല്ലാവരും അറിയണം, മറ്റുള്ളവരെ കാണിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഷോ ഓഫ് ആണ് അവരുടെ ജീവിതം. അത് പരിശുദ്ധമാണ്. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചവർ അല്ലെങ്കിൽ കർത്താവിന്റെ കാന്തയായി തീരുന്നവർ അവരുടെ ജീവിതത്തിലെ രത്നങ്ങളുടെ തേജസ്സുള്ളവர்களാണ് ഈ കാന്ത, ഈ പുത്തനരിശിലെ. ഈ രത്നങ്ങളുടെ തേജസ് നമുക്ക് എങ്ങനെയാ വരുന്നേ? നമ്മളും കർത്താവിന്റെ മുമ്പാകെ മറഞ്ഞിരുന്ന ഈ രത്നങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നേ? ഭൂമിയുടെ ആഴങ്ങളിലാണ് രത്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ തേജസ് വെളിപ്പെടണമെങ്കിൽ നമ്മള് ഭൂമിയുടെ ആഴങ്ങളിൽ നമ്മൾ പോയിരിക്കുന്നത് എങ്ങനെയാ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാതെ അത് തനിയെ ഇരിക്കും, ചത്താലോ വളരെ ഫലം കായ്ക്കും. ഗോതമ്പ് മണി ചാവുന്നത് എവിടാ? ഷോക്കേസിൽ വെക്കുമ്പോഴാണോ? അല്ല, ഗോതമ്പ് മണി ചാവുന്നത് എപ്പോഴാ? അത് നിലത്ത് ഹിഡൻ ആവുമ്പോഴാണ്, നിലത്തേക്ക് ഇട്ട് അത് ആൾക്കാരൊക്കെ ചവിട്ടി മെതിച്ച് അതങ്ങ് ഭൂമിയുടെ ഉള്ളിലേക്ക് പോയി മറഞ്ഞിരിക്കുമ്പോഴാ അത് ചാവുന്നത്. അപ്പോഴാ അതിൽ നിന്ന് വളരെ വിളവുണ്ടാകും, വളരെ ഫലം കായ്ക്കും. എവിടാന്ന് പറയുന്നത്? യോഹന്നാൻ 12:24-25 വാക്യങ്ങൾ. 24-ാമത്തെ വാക്യം യോഹന്നാൻ 12:24 നമ്മളത് വായിക്കുന്നത്. ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്നു, അതാണ് രത്നങ്ങൾ ഉണ്ടാവുന്ന പ്രോസസ്സ്. ഗോതമ്പ് നിലത്ത് വീണ് ചത്താലേ ഈ രത്നങ്ങൾ ഉണ്ടാവത്തുള്ളൂ, വളരെ വിളവുണ്ടാവത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിനും ഓരോരോ സാഹചര്യങ്ങളിൽ നമ്മൾ ക്രൂശ് എടുക്കുന്നത് എന്താ? പല പ്രലോഭനങ്ങൾ വരുന്നു. ആ, കൺമോഹം, ജഡമോഹം, ജീവനത്തിന് പ്രതാപം, ഇതിന്റെ പല പ്രലോഭനങ്ങളും, മനുഷ്യമാനം തേടാനും ജഡിക സുഖങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ പണത്തിനോടുള്ള ആ ഒരു കാര്യങ്ങൾ, അതൊക്കെ തെറ്റായിട്ടുള്ള രീതിയിൽ കള്ളത്തരത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ളത് വേറെ ആരും അറിയത്തില്ല. എന്നാൽ അവിടെ നമ്മൾ രഹസ്യത്തിൽ കർത്താവിന് മുമ്പാകെ ഒരു നമ്മുടെ സ്വയജീവനിലൊരു മരണം, കർത്താവേ ഞാനൊരു കള്ളം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ പണം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്താ കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് പണം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ എന്താണ് പറയുന്നത്, ഓരോരോ പ്രലോഭനങ്ങൾ വരുമ്പോൾ അവിടെ ദൈവമുമ്പാകെയുള്ളൊരു ജീവിതം. കർത്താവ് ഇത് യോസേഫ് എന്താ പറഞ്ഞേ? പോത്തിഫറിന്റെ ഭാര്യയോട്, ആരും കാണുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തോ ആവാന്ന് പറഞ്ഞു. അയ്യോ, ദൈവത്തിന് മുമ്പാകെ ഞാൻ എങ്ങനെ ഈ പാപം ചെയ്യും? പോത്തിഫറിന്റെ ഭാര്യ വിചാരിച്ചു ഇവിടെ ആരുമില്ല, CCTV ക്യാമറയില്ല, അപ്പം പിന്നെ എന്തോ ആകാന്ന് വിചാരിച്ചു. എന്നാൽ യോസഫിന് CCTV ക്യാമറയെക്കാട്ടിൽ വലിയ കണ്ണുകൾ, അയ്യോ എന്റെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുവോ, കർത്താവിന് മുമ്പാകെ ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നേ എന്നുള്ള ഒരു ദൈവഭയം. അന്ന് നമ്മളെപ്പോലെ വചനമോ ഒന്നും എഴുതപ്പെട്ട വചനമൊന്നും ഇല്ലായിരുന്നു. മോശയാണ്, പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷം മോശയാണ് വചനം എഴുതുന്നത്. ആദ്യത്തെ യോബും പിന്നെ മോശയൊക്കെയാണ് ആദ്യത്തെ ദൈവവചനത്തിന്റെ പുസ്തകങ്ങൾ എഴുതുന്നത്. എന്നാൽ ആ സമയത്ത് എഴുതപ്പെട്ട വചനമോ നമ്മളിപ്പോൾ ഇതുപോലുള്ള സൂം മീറ്റിങ്സോ സഭാ കൂടിവരവോ അതുപോലെയുള്ള സാക്ബറിന്റെ പ്രസംഗങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കെ യോസേഫ് എന്താ ചെയ്ത്? യോസേഫ് അവിടെ വിട്ടുകൂടി. രഹസ്യത്തിൽ ഉള്ള ഒരു മരണം, എൻ്റെ സ്വന്തം ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് പറയുന്ന ആ ഒരു കാര്യം. അപ്പൊ ആ ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നേ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രത്നങ്ങളുടെ തേജസ് എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ ദിവ്യസ്വഭാവം. കർത്താവിന്റെ ദിവ്യസ്വഭാവമാണ് ഈ കാര്യങ്ങളെന്ന് പിന്നീട് നമ്മളിപ്പം അതിപൂജ പുസ്തകത്തിൽ ആ പോഷൻ വായിച്ചു കേട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഞാൻ സമയക്കുറവുകൊണ്ട് ഞാനങ്ങനെ നിർത്താം. അതിപൂജ പുസ്തകത്തിൽ നമ്മളിപ്പം വായിച്ചു കേട്ടു, അഹരോന്റെ ആ റോബില്, ആ വസ്ത്രത്തില് ഈ കല്ലുകളൊക്കെ പതിച്ചിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. അത് ലൂസിഫർ അവൻ പ്രധാന ദൂതനായിരുന്ന സമയത്ത് അവനൊരു തേജസ് ഉണ്ടായിരുന്നു. എന്നാൽ അവന് നഷ്ടപ്പെട്ടു പോയ ആ തേജസ് ഒക്കെ ക്രിസ്തുവിലൂടെ, അഹരോൻ ഒരു ക്രിസ്തുവിന്റെ പ്രതീകമാണ്, മഹാപുരോഹിതനായ അഹരോൻ ക്രിസ്തുവിന്റെ പ്രതീകമാണ്. ക്രിസ്തുവിൽ ആ തേജസ് വിളങ്ങി, ദൈവത്തിന്റെ തേജസ് വിളങ്ങി. ഇന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ ആ തേജസ് വിളങ്ങുന്നു. അപ്പൊ അവിടെ കർത്താവിന്റെ കാന്തയായിട്ട് നമ്മള്
കർത്താവിൻ്റെ ആ തേജസ്സിന് ദിവ്യസ്വഭാവത്തിന് പങ്കാളികളാകുമ്പോഴാണ് അവിടെ കർത്താവിൻ്റെ ഈ പറയുന്ന കടിച്ചാൽപ്പെട്ടാത്ത ഓരോ രത്നങ്ങളുടെ പേരൊക്കെ നമ്മളിപ്പോൾ വായിച്ച് നമ്മളിപ്പോൾ അത് പറഞ്ഞു പഠിക്കണമെന്നൊന്നുമല്ല, നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവവചനത്തിന് ആഴത്തിൽ ദൈവാത്മാവ് അത് എഴുതി വെച്ചിരിക്കുന്നു നമുക്ക് ഉത്സാഹത്തിനായിട്ട്. അപ്പോൾ എന്താ ഇത്രയും 12 തരത്തിലുള്ള രത്നങ്ങളുടെ കാര്യം നമ്മളത് വായിക്കുമ്പോൾ അത് ആ ഒരു ഗ്ലോറി, ദൈവത്തിൻ്റെ തേജസ്, അതിൻ്റെ സ്വഭാവത്തിൻ്റെ തേജസ് എത്ര വലിയതാണെന്നുള്ളൊരു കാര്യം അവിടെ കാണുന്നു. 12 7ഉം 12ഉം ഒക്കെ പൂർണ്ണതയുടെ സംഖ്യകളായിട്ടാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അപ്പൊ ആ സ്വഭാവത്തിലേക്ക് അനുരൂപപ്പെടാനായിട്ടൊക്കെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ എന്തൊക്കെയാ കണ്ടേ? നമ്മള് ആ, ആ, നമ്മള് ആദ്യം ആ, അന്ത്യകാല കർത്താവിന്റെ വരവ് പരസ്യമായിട്ടുള്ളതായിരിക്കും എന്നുള്ള കാര്യവും, നമ്മൾ ഉപദ്രവത്തിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളും, അതുപോലെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലുള്ള നമ്മളുടെ പ്രതിഫലത്തെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം കാന്തയായിട്ട് മാറുന്നത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നവരാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അതിലേക്കുള്ള വഴി ആ ഒരു ക്രൂസിന്റെ വഴിയാണെന്നുള്ള കാര്യവും, പിന്നെ ആ ഒരു കാപഢ്യത്തിന്റെ ഒരു അറപ്പ്, ദൈവം എത്രമാത്രം കാപഢ്യവും അഭിനയമൊക്കെ അത് ദൈവത്തിന് അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യവും, നിർമ്മലതയും സുതാര്യതയും ഒരു ഗൈലില്ലാതെ, കാപഢ്യം ഇല്ലാത്തൊരവസ്ഥ, ഒരു നഥാനിയലിനെ പോലെ ഒരു അഭിനയം ഇല്ലാത്തവരായിരിക്കണം നമ്മളെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എന്താ ഇപ്പം അവസാനം കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഈ രത്നങ്ങളുടെ തേജസ് വരണമെങ്കിൽ നമ്മളും ഗോതമ്പ് വീണ് നിലത്ത് വീണ് ചത്തതുപോലെ നമ്മളും കർത്താവിന് മുമ്പാകെ അങ്ങ് നമ്മുടെ സ്വയത്തിനെ മരണത്തിന് ഏൽപ്പിക്കുമ്പോൾ അവിടാണ് ഭൂമിയുടെ ആഴങ്ങളിൽ രത്നങ്ങൾ ഉരുവാകുന്നതെന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ഹിഡൻ ഫ്രം അതേഴ്സ്, മറ്റുള്ളവർക്ക് അത് തിരച്ചിലേക്ക് അപ്പുറമുള്ള കാര്യം, അത് മറ്റുള്ളവർക്ക് മറവായിട്ടുള്ള കാര്യമെന്ന് നമ്മൾ അവിടെ നമ്മളുടെ രഹസ്യ ജീവിതത്തിൽ നാം സ്വയത്തിന് മരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സുഗന്ധം, കർത്താവിൻ്റെ സൗരഭ്യം അത് പരക്കും. അത് അനേകം രത്നങ്ങളുടെ തേജസ് പോലെ അത് വിളങ്ങും എന്നുള്ളൊരു കാര്യം. ഇപ്പം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം രത്നങ്ങളുടെ തേജസ് എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ കാര്യം. അപ്പം ആ ഒരു ആലങ്കാരിക ഭാഷ പരിശുദ്ധാത്മാവ് എടുത്തേക്കുക ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം അത്രമാത്രം വിലയുള്ളതാണെന്നുള്ളൊരു കാര്യം അറിയിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹ പിതാവേ, നന്ദി കർത്താവേ, ഇത്ര വലിയ രത്നങ്ങളെ തരുവാൻ തക്കവണ്ണം ഞങ്ങൾ എന്തുള്ളൂ. ഇന്ന് കർത്താവേ, അവിടുത്തെ നിർമ്മലതയും താഴ്മയും, അവിടുത്തെ സുതാര്യതയും, അവിടുത്തെ ആ സൗമ്യതയും, അവിടുത്തെ ആ കാർക്കശ്യവും ഇന്ദ്രിയജയവും, എല്ലാ പാപങ്ങൾക്കെതിരെ, പാരമ്പര്യത്തിനെതിരെയുള്ള ആ ഒരു കാർക്കശ്യവും, അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന് ഞങ്ങൾ പങ്കാളികളാവുമ്പോൾ കർത്താവേ, വലിയ വിലയേറിയ രത്നങ്ങളെക്കാട്ടിലും വിലമതിക്കാനാവാത്ത ദിവ്യ സ്വഭാവത്തിന് ഞങ്ങൾ പങ്കാളികളാവുകയാണല്ലോ. എത്ര വലിയൊരു ഭാഗ്യപദവിയാണ് കർത്താവേ. നന്ദി കർത്താവേ, നന്ദി. അവിടുന്ന് കാന്തയെ അലങ്കരിക്കുന്ന രത്നങ്ങൾ എത്ര വിലയേറിയതാണ്. നന്ദി കർത്താവേ. ഞങ്ങളും കർത്താവെ അങ്ങനെ ഉള്ളവരായിട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെയും മാറ്റി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും അടുത്ത മുമ്പാകെ ആ ഒരു മറഞ്ഞിരുന്ന് മരണത്തിന് ഏൽപ്പിക്കുവാനും ജീവന സമൃദ്ധിയിലേക്ക് അത് വെളിപ്പെടുവാനും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണേ കർത്താവെ. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിപ്പാടായിട്ട്, അനുഭവമായിട്ട്, അനുസരണമായിട്ട് ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുന്നാമത്തെ മഹത്വപ്പെടുത്തിയായിട്ടില്ല ഈശോ കർത്താവിന് വിലയേറിയ മാതിരിയുള്ള നാട്ടിൽ തന്നെ. ആമീൻ.